അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കൂടപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾക്കും കർത്തദാസന്മാർക്ക് ഒരിക്കൽ കൂടി നന്ദിയും വന്ദനവും ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 2-ാം സങ്കീർത്തനം 12-ാം വാക്യമാണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചിരിക്കുന്നത്. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. കഴിഞ്ഞ 2 രാത്രിയിലും ശ്രേഷ്ഠരായ അഭിഷിക്തന്മാർ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവവചനം ശുശ്രൂഷിച്ചു. അത് എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ അലയടികൾ ഇപ്പോഴും നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ആ കർത്തൃഭൃത്യന്മാരെയും ശുശ്രൂഷകളെയും വീണ്ടും ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇപ്പോൾ കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ പരീക്ഷയുടെ സമയം നടക്കുന്നത് കൊണ്ട് സമയത്തിന് പരിമിതികൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് നല്ലതുമാണ്. ദൈവത്തിന് മഹത്വം. തന്നെയല്ല, നമ്മൾ യോഗം നടത്തുമ്പോഴേ ഈ പരിമിതികളെല്ലാം ഉള്ളൂ. മറ്റ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത്ര വലിയ കുഴപ്പം ഇല്ല. ദൈവത്തിന് മഹത്വം. നമുക്കും അത് തന്നെ താല്പര്യവും. എങ്ങനെയും പെട്ടെന്ന് നിർത്തിച്ച് വീട് പറ്റണമെന്ന്. അപ്പോൾ എന്തായാലും ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് ചില കാര്യങ്ങൾ വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. 2-ാം സങ്കീർത്തനം 12-ാം വാക്യം, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. വേദപുസ്തകം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പഠിച്ചവരുമാ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നതിൽ സിംഹഭാഗം ആൾക്കാരും. ഈ 2-ാം സങ്കീർത്തനം എഴുതിയത് ആരാണെന്ന് സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിൽ ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു സങ്കീർത്തനം എഴുതിയത് ആരാണെന്ന് അതിൻ്റെ ഹെഡിങ്ങിലില്ലെങ്കിൽ അതിൻ്റെ മുൻപുള്ള സങ്കീർത്തനവും പിൻപുള്ള സങ്കീർത്തനവും എഴുതിയത് ആരാണെന്ന് പഠിക്കണം. മുൻപും പിൻപും സങ്കീർത്തനം എഴുതിയ വ്യക്തിയായിരിക്കും തലക്കെട്ടില്ലാതെ കിടക്കുന്ന സങ്കീർത്തനവും എഴുതിയത് എന്നാണ് വേദപഠിതാക്കളുടെ ഒരഭിപ്രായം. അപ്പം ഇന്ന് രാത്രി അങ്ങനെ നമുക്ക് ചിന്തിക്കണം. കർത്താവിന് മഹത്വം. ഈ 2-ാം സങ്കീർത്തനം എഴുതിയത് ആരാണ്? എന്നാൽ 3-ാം സങ്കീർത്തനത്തിൻ്റെ മുകളിൽ കിടപ്പുണ്ട് ദാവീദ് തൻ്റെ മകനാകുന്ന അബ്ശലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. ദൈവത്തിൻ്റെ മഹത്വം. എന്നാൽ 1-ാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിലില്ല ഇതാരാണ് എഴുതിക്കുന്നത്. അത് തലക്കെട്ടില്ലാത്ത സങ്കീർത്തനമാണ്. അതെ, ഫാന് അടിക്കുന്നുണ്ട്. അപ്പോൾ വേദപഠിതാക്കളിൽ ചിലർ പറയുന്നത് 1-ാം സങ്കീർത്തനം എസ്രാ ശാസ്ത്രിയാൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണെന്നാണ് ചിലരുടെ അഭിപ്രായം. അതെ, ഈ 2-ാം സങ്കീർത്തനം എഴുതിയത് ദൈവത്തിൻ്റെ ദാസനായ ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണ്. അതിനൊരു തെളിവ്, സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലിരുന്ന മുടന്തൻ സൗഖ്യമായി. യേശുവിൻ്റെ നാമത്തിൽ അവന് സൗഖ്യം വന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം പഠിക്കുമ്പോൾ പത്രോസ് യോഹന്നാനും പ്രാർത്ഥിക്കാനായിട്ട് പള്ളിയിൽ പോവുക. അപ്പോൾ ദൈവാലയത്തിന് അവിടെ ചെന്നപ്പോൾ അമ്മയുടെ ഉദരം മുതൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുത്തൻ അവിടെ ഇരിക്കുന്നു. അവന് ഈ ഉപദേശിമാരെ കണ്ടുകൊണ്ട് ചോദിച്ചു വല്ലതും തരണമെന്ന് ഭിക്ഷ. ഇവരെ കണ്ടപ്പോൾ തോന്നി ഇവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ നടപ്പും രീതിയൊക്കെ അങ്ങനെ, അല്ലാതെ കരഞ്ഞും കൂവിയും നടക്കുകയല്ല. സ്തോത്രം. ആൾക്കാർ കാണുമ്പം ഒരുമാതിരി കരഞ്ഞും കൂവി നിരാശപ്പെട്ടും എന്നെ എവിടെ നിൽക്കുന്നു, വെറുതെ നിൽക്കുക, ഇങ്ങനൊന്നും നിൽക്കരുത്. സ്തോത്രം. എന്തുകൊണ്ട് വിശേഷം? ഓ, എന്നാ വിശേഷം? നിങ്ങൾക്കൊക്കെ അല്ലേ വിശേഷം? നമ്മൾ തിരിച്ച് പറയുന്നതാ. അല്ല, എന്നാലും എന്തുകൊണ്ട് വിശേഷം? ഓ, ഞങ്ങൾക്ക് എന്നാ വിശേഷം? ഞങ്ങളിങ്ങനെ ആമ്പൽ പോലെ പൊങ്ങി നമ്മൾ അങ്ങോട്ട് പറയുക. അങ്ങനെയൊന്നും പറയരുത്. നമ്മളെ കാണുമ്പോൾ മനസ്സിലാക്കണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന്. യോഗത്തിനോട്ട് വരുമ്പോൾ അങ്ങനെയൊക്കെ തോന്നണം ആൾക്കാർ. ആ തൂകിയും ഈ വസന്ത വന്ന കോഴി വരുമ്പോഴൊന്നും യോഗത്തിന് വരരുത്. ഇനി അഥവാ വന്നാലും തിരിച്ചു പോകുമ്പോൾ അങ്ങനെ പോവുകയും ചെയ്യരുത്. സ്തോത്രം. നല്ല തടിപ്പുറത്ത് വെടി പോലെ കുതിര പോകും പോലെ പോകണം. അപ്പോൾ ഇവരെ കണ്ടപ്പം അവന് തോന്നി ഏതാണ്ടൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഇവൻ ചോദിച്ചത്. നമ്മളെ കാണുമ്പോൾ ചോദിക്കണം ആൾക്കാർ. നമ്മളാരോടും മിണ്ടുന്നില്ലല്ലോ, പിന്നെ അങ്ങനെ ചോദിക്കാനാ? നമ്മൾ മുറിയിൽ നിന്ന് കാറിലോട്ട് കയറി, കാറ് നേരെ ഹോളിലോട്ട് വന്ന് ആശീർവാദത്തിന് മുന്നേ പിന്നെ കാറിൽ കയറി, പിന്നെ നമ്മൾ തിരിച്ച് ആര് ചോദിക്കാൻ, ആരെ കാണാനാ? പിന്നെ ആ കൂടെ നമ്മൾ ചോദിക്കുന്ന ആ കാറിൽ ഇരുന്നോട്ട് നെന്മീൻ്റെ വില എന്നാന്ന്. ഇതാ നമ്മൾ ആ കൂടെ കൊല്ലം സൈഡായതുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ദൈവത്തിൻ്റെ മകത്ത് ആ കൂടെ ചോദിക്കുന്ന അതും കാറിൽ ഇരുന്നോണ്ടാ നെന്മീൻ്റെ അത് സാറേ 900 പുറകിലോട്ട് വെച്ച് തരും. ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം നമ്മളെ കാണുമ്പോൾ ആൾക്കാരെ ചോദിക്കണം, എന്തെങ്കിലുമൊക്കെ ചോദിക്കണം. അല്ല, വലിയൊരു ചോദിക്കുന്നത് കൊണ്ട് ആരും മിണ്ടുന്നുമില്ലല്ലോ ആരോടും. തൊട്ടപ്പുറത്തെ ആൾക്കാരോട് മിണ്ടുന്നില്ല, കാരണം എന്തെങ്കിലും ചോദിക്കുമെന്ന്. പിന്നെ വലിയ മതിലുമൊക്കെ കെട്ടി ഗേറ്റ് വിട്ട് പട്ടിയെ വളർത്തി എഴുതി വെക്കും, പട്ടിയുണ്ട്
സൂക്ഷിക്കുക. പിന്നെ എങ്ങനെ അവർ എന്നാ ചോദിക്കാനാ വന്ന്? തൊട്ടടുത്ത് താമസിക്കുന്നവർ ആരാന്ന് പോലും ചിലർക്ക് അറിയത്തില്ലല്ലോ. ടൗണിലെ ജീവിതമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പം പിന്നെ നമ്മളോട് ആരോട് എന്നാ ചോദിക്കാനാ? ആട്ടെ, നിങ്ങളോട് ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കണേ. ദൈവത്തിന് മഹത്വം. എന്തായാലും ഇവന് വല്ലതും കിട്ടുമെന്ന് കരുതി ഭിക്ഷ ചോദിച്ചു. ഇവരെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി. അപ്പോൾ പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. അങ്ങനെ എഴുതിയേക്കുന്നത്. രണ്ടും ചേർന്നാണ് നോക്കിയത്. രണ്ടുപേരോട് ചേർന്ന് നോക്കി. അങ്ങനെ നോക്കിയാലേ വല്ലതും നടക്കുകയുള്ളൂ. ഇന്നെല്ലാവരും ഒറ്റയ്ക്ക് നോക്കാൻ നടക്കുക. പുള്ളി നോക്കുമ്പം മുടന്തൻ അങ്ങനെ തന്നെ ഇരിക്കണം. ഞാൻ നോക്കുമ്പം മുടന്തൻ നടക്കണം. പുള്ളി പ്രസംഗിക്കുമ്പം എല്ലാവരും ഉറങ്ങണം. ഞാൻ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും പമ്പരം കറങ്ങും പോലെ കറങ്ങണം. അവൻ പാട്ട് പാടുമ്പോൾ എല്ലാവരും ഉറങ്ങണം. ഞാൻ പാട്ട് പാടുമ്പോൾ എല്ലാവരും എഴുന്നേക്കണം. ഇതുകൊണ്ട് ഒന്നും നടക്കുകയല്ല. ഒരു കാര്യം പറയാം, ചിലപ്പോൾ നിങ്ങൾ സ്തോത്രം ചെയ്യുമ്പോഴായിരിക്കും അത്ഭുതം നടക്കുന്നത്. നിങ്ങളൊരു ഹല്ലേലൂയ പറയുമ്പോഴായിരിക്കും അടുത്തിരിക്കുന്നവന് വിടുതൽ. ദൈവദാസന്മാർ ചിലപ്പോൾ വാക്യം വായിക്കുമ്പോഴായിരിക്കും ഒരു വിടുതലുണ്ടാകുന്നത്. ആകുമ്പോൾ ചിലപ്പോൾ പ്രസംഗിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഈ മാന്യ സഹോദരങ്ങൾ പാട്ട് പാടുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഈ വാദ്യ ഉപകരണങ്ങൾ വായിക്കുമ്പം വിടുതൽ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കിന്നരം വായിച്ചപ്പോൾ പുള്ളിയുടെ ദുരാത്മാവ് അതുവരെയും പോയില്ല. വലിയ യോഗമൊക്കെ നടത്തിയിട്ടും പുള്ളി ദുരാത്മാവിൽ തന്നെ ഇരിക്കുക. പുസ്തകത്തിൽ വായിക്കുന്ന പുള്ളി അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞെന്ന അങ്ങനെ ആ പുസ്തകം. അരമനയ്ക്കകത്ത് ഉറഞ്ഞു. അന്നേരം ഒന്നും ദുരാത്മാവ് പോയില്ല. എന്നാൽ ദാവീദ് കിന്നരം വായിച്ചപ്പം പോയില്ല. ഒരല്പം ആശ്വാസം ഉണ്ടായെന്ന ചെല്ലി പറയുന്നത് കേട്ടില്ല. ഇന്നത്തെ യോഗം കഴിഞ്ഞപ്പോൾ ഒരല്പം ആശ്വാസം ഉണ്ട് കേട്ടോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണേലും കൊള്ളാം, യേശുവിൻ്റെ നാമം ഉയരണം. എല്ലാ നാമത്തിലും മേലായ നാമമായ യേശുവിൻ്റെ നാമം. എല്ലാ നാമത്തിലും മഹത്വമുള്ള നാമമായ യേശുവിൻ്റെ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന പരിശുദ്ധ നാമമാണ് യേശുവിൻ്റെ നാമം. ഈ നാമത്തിൽ പാപമോചനമുണ്ട്. ഈ നാമത്തിൽ രോഗശാന്തിയുണ്ട്. ഈ നാമത്തിൽ രക്ഷയുണ്ട്. ഈ നാമത്തിൽ വിടുതലുണ്ട്. യേശുവിൻ്റെ നാമം എവിടെ ഉയർത്തപ്പെടും അവിടെ വിടുതലാണ്. അപ്പോൾ ഈ രണ്ടുപേരോട് അവനെ ഉറ്റുനോക്കി. എന്നുവെച്ചാൽ അവനോട് പറഞ്ഞു, നീ ഞങ്ങളെ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവരവനെ നോക്കിയപ്പോൾ അവൻ വേറെ കണ്ടോട്ട് പിന്നെ അവന് നോക്കുന്നതിനാന്ന് വെച്ചാൽ എവിടുന്നേലും 10 പൈസ കിട്ടാൻ മാർഗം ഉണ്ടോ എന്നുള്ള അവൻ്റെ തൊഴിൽ അതാണല്ലോ. വരുന്നവനോടല്ല. അവനിപ്പം ലേവനാണോ പുരോഹിതനാണോ ഉപദേശിയാണോ സെൻട്രൽ പാസ്റ്ററാണോ പ്രസ്ബിറ്ററാണോ സൂപ്രണ്ടാണോ അവന് വിഷയമല്ല. അവന് 10 രൂപ കിട്ടണം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരിനി അവർക്ക് വിടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞാലും ചിലർക്ക് വേണ്ട. ചിങ്ങവനത്തെ ഒരു കണ്ണുപൊട്ടനുണ്ടായിരുന്നു. വരുന്നവരെല്ലാം ഇങ്ങനെ ഇരിക്കുക. എല്ലാവരും കൊടുക്കും. ബസ് സ്റ്റോപ്പിനടുത്താണ്. ബസ്സിൽ നിറങ്ങുന്നവരും കയറുന്നവരും എല്ലാം പുള്ളിയുടെ ഇരിപ്പ് കണ്ടു കൊടുക്കും. നമ്മുടെ ഒരച്ചായന് മനസ്സിൽ ഉണ്ടായിട്ടൊരിക്കൽ പുള്ളിയുടെ അടുക്ക ചെന്ന് വണ്ടിയായിട്ട് എന്ന് വെച്ച് പറഞ്ഞു, ശ്രീധരിയെത്തി കണ്ണ് ചികിത്സയാ കൊണ്ട് ചികിത്സിപ്പിക്കാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, മേലി ഇങ്ങനത്തെ വർത്താനം പറഞ്ഞ് ഇങ്ങോട്ട് താൻ എന്നാ ഉദ്ദേശിച്ചുകൊണ്ടാന്ന് ചോദിച്ചു. താൻ ഏതാ കാണാൻ മേലും ചോദിച്ചു. ഏതാ താൻ എവിടുന്ന് വന്നവനെ? അയ്യോ സഹോദര, കണ്ണ് കാണാൻ പാടില്ല, അവിടെ നല്ല ചികിത്സയാ കൊണ്ട് എനിക്ക് കാണണ്ടെന്ന്. പിന്നീട് ആ ചോദിച്ചാൽ പറഞ്ഞ് പുള്ളിക്ക് എല്ലാ ദിവസവും ഒരു 1500-2000 രൂപ കിട്ടും. ചികിത്സിച്ച് കണ്ണ് ഭേദമായ ആരാ തരുന്നത് ഈ 2500 രൂപ? അല്ല, അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ പിന്നെ സ്തോത്രം ഉണ്ട്. അപ്പൊ എന്തായാലും ഇവനെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം കൊടുക്കാൻ തീരുമാനിച്ചു. ഇവൻ ഭിക്ഷ ചോദിച്ചു. പത്രോസും യോഹന്നാനും ഉറ്റു നോക്കിയിട്ട് പറഞ്ഞു, നീ ഞങ്ങളെ ഒന്ന് നോക്ക്, ഞങ്ങളെ നോക്ക്. അതൊക്കെ പറയാൻ പ്രാഗൽഭ്യം കൂടെ വേണം. അപ്പം നമ്മൾ പറയുന്നത് ഞങ്ങളെ നോക്കണ്ട, എല്ലാവരും മേളിലോട്ട് നോക്കിയാൽ മതി എന്ന. മേളിൽ നോക്കിയപ്പം വാഴയും ചക്ക, ഇപ്പം ചക്കയുടെ സീസണാണ്, ചക്കയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. പിന്നെ രാത്രിയിൽ അന്ന് നക്ഷത്രം കാണാം. അല്ലാതെ മേളിലോട്ട് നോക്കിയാൽ ഒന്നും കാണാനില്ല. ഇവർ പറഞ്ഞ മേളിലോട്ടും വടക്കോട്ടും തെക്കോട്ടും ഒന്നും നോക്കണ്ട, നീ ഞങ്ങളെ ഒന്ന് നോക്ക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അവിടെ വായിക്കുന്നത്, ക്ഷണത്തിൽ അവൻ്റെ നരിയാണി ഉറച്ചു. ഉറച്ചവൻ അടങ്ങി നിന്നില്ല, തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. വിസ്തരിക്കേണ്ട, നിങ്ങൾക്കറിയാം, തുള്ളിച്ചാടി അവൻ പള്ളി വന്നെന്നുള്ളതാ വിടുതൽ കിട്ടിയവൻ. ഇന്ന് തുള്ളിച്ചാടി പിന്നെയും പഴയ സ്ഥലത്തോട്ട് അങ്ങ് പോവാ. പിന്നെ അവിടെ നിന്നങ്ങ് തുള്ളുക, അവിടെ നിന്ന് തുള്ളുക. നമ്മൾ ചോദിക്കും, അമ്മ ഇവിടെ വന്നില്ലയോ വിടുതൽ പ്രാപിച്ച? ഇല്ല, ഞങ്ങൾ തിരിച്ചിഞ്ഞ് പോകുന്നു. അതിന് ഇവിടെ ഒന്ന് തുള്ളുക, കുറേ പേരെയും കൂടെ ഒന്നിച്ച് തുള്ളിച്ചേച്ച് ഞങ്ങൾ ഒന്നിച്ച് തുള്ളി അങ്ങ് നടക്കുന്ന കേസല്ല. ഏതായാലും ഇവനെ തുള്ളിച്ചാടി ദൈവാലയത്തിൻ്റെ ഉള്ളിൽ ചെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ വാർത്ത യെരൂശലേം മുഴുവൻ പരന്നു.
ഇതിന് കാരണക്കാരാകുന്ന പത്രോസിനെ യോഹന്നാനെ പിടിച്ച് നടുവ് നിർത്തി ശാസിച്ചു, ഈ നാമത്തിൽ മിണ്ടരുത്, യേശുവിൻ്റെ നാമം ഇവിടെ ഉച്ചരിക്കരുത്, ഇവിടെ സുവിശേഷം ഒന്നും പറയരുത്. അങ്ങനെ ഇവരെ പീഡിപ്പിച്ചു, മാനസികമായിട്ടുമൊക്കെ ഇവരെ പീഡിപ്പിച്ചു. ഈ പീഡയേറ്റ ദൈവദാസന്മാർ പൊടുന്നനെ സഭയിൽ വന്ന് ആദിമസഭയോട് ഈ പീഡയെ പറ്റി പറഞ്ഞു. അല്ലാതെ അവർ പഞ്ചായത്ത് മെമ്പറേയും കണ്ടില്ല, പ്രസിഡന്റിനെയും കണ്ടില്ല, MLA-യുടെ പുറകെയും പോയില്ല, MP-യുടെ പുറകെയും പോയില്ല, മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കാമെന്നും പറഞ്ഞ് പോയില്ല, കേന്ദ്രത്തിലെ ഒരു പെറ്റീഷൻ ഒന്നും പോയില്ല. അവർ മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചു. അവരെല്ലാം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഇതൊക്കെ നമുക്ക് ഗുണപാഠമാണേ. ദൈവത്തിൻ്റെ മകത്ത് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചപ്പോൾ വേദപുസ്തകത്തിലെ വാക്യം ഉരുവിട്ടാ പ്രാർത്ഥിച്ചത്. ഇനി ദൈവദാസൻ എന്ന് വായിച്ചാട്ടെ, 4-ാം അധ്യായത്തിൻ്റെ 23 മുതൽ വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 23 മുതൽ വിട്ടയച്ച ശേഷം അങ്ങനെ ചേർത്ത് വായിരുന്നു. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. ഇത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സഹോദരൻ. ഇത് 2-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ അടുത്തതുണ്ട്. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത ഉണ്ടാക്കിയ നാഥനെ ജാതികൾ കലഹിക്കുന്നത്. അത് 2-ാം സങ്കീർത്തനം 1-ാം വാക്യമാ. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായതും നിരൂപിക്കുന്നത് എന്ത്? ഭൂമിയിൽ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷേകത്തിന് വിരോധമായി ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് ദാസനായ ദാവീദ് മുഖാന്തിരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവൻ. അപ്പോൾ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ 2-ാം സങ്കീർത്തനം ആരാ എഴുതിയത്? ദാവീദ് ആ 2-ാം സങ്കീർത്തനം എഴുതിയത്. വചനത്തെ വചനം കൊണ്ടാണ് തെളിയിക്കുന്നത്. ഊകാഭോഗം കൊണ്ടോ, കെട്ടുകഥ കൊണ്ടോ, അമ്മുമ്മ കഥ കൊണ്ടോ, കെടവിക്കഥ കൊണ്ടോ, ഉമ്മാക്കി കഥ കൊണ്ടോ, ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞത് ഒന്നും കൊണ്ടൊന്നില്ല വചനം തെളിയിക്കുന്നത്. വചനത്തെ വചനം കൊണ്ട് തെളിയിക്കണം. യഹോവയുടെ പുസ്തകത്തിൽ വായിച്ച് അന്വേഷിക്കണം, ഇണ കാണുമെന്നുമുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പോൾ 2-ാം സങ്കീർത്തനം എഴുതിയത് ദൈവത്തിൻ്റെ ദാസനായ ദാവീദ്. 2:12 പറയുകയാ, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. ദൈവത്തിൻ്റെ മഹത്വം. ഇന്ന് രാത്രി നശിച്ചു പോകാതിരിക്കാൻ ഇവിടെ ദാവീദ് പറയുകയാ, പുത്രനെ ചുംബിക്കണം. നമ്മളെ നശിപ്പിക്കുവാനും മുടിച്ചു കളയുവാനും തകർത്ത് കളയുവാനും ഒക്കെ ഒത്തിരി ശക്തികളുണ്ട്. അറക്കാനും മുടിക്കാനും നശിപ്പിക്കാനും വരുന്നവൻ പിശാചാന്നല്ലോ, നേരായ വഴി കൂടെ വരുത്തുമില്ല. അവൻ്റെ പിടിയിൽപ്പെട്ട് അനേകരെ തകർന്നുകൊണ്ടിരിക്കുക. ഈ യോഗത്തിൻ്റെ ഉദ്ദേശം അങ്ങനെയുള്ളവർ രക്ഷപ്പെടാൻ വേണ്ടിയാ. ആമൻ നാശകന്റെ പിടിയിൽപ്പെട്ട് ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ആമൻ നിരാശ പൂണ്ട് ആമൻ ലക്ഷ്യമില്ലാതെ ആരേലും തകർച്ചയുടെ വക്കിൽ വന്നിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷ അവര് നശിച്ചു പോകാതെ രക്ഷപ്പെടണം. ഈ ദിവസങ്ങളിലെ ശുശ്രൂഷയുടെ എല്ലാം പ്രധാന ഉദ്ദേശം അതാ. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. ചുംബനത്തെ പറ്റി ഞാൻ അധികം പറയുന്നില്ല. പണ്ട് ഇടയ്ക്കുണ്ടായിരുന്നില്ല ചുംബന സമരം, അങ്ങനെ ഉണ്ടായിരുന്നു. ചുംബന സമരം, സ്തോത്രം, അത് വലിയ വിവാദമായത്. അതുകൊണ്ട് ഇനി ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്നാലും ഒരു കാര്യം പറയാം, ചുംബിക്കണം. ആരെ? പുത്രനെ. എങ്ങനെ? നല്ല നിലയെ ചുംബിക്കണം. പണ്ട് ലാബാൻ യാക്കോബിനെ ഒന്ന് ചുംബിച്ചായിരുന്നു. നിങ്ങൾ വേറെ പുസ്തകം അറിയാവുന്നവരുള്ളത് കൊണ്ട് ആ നിലയിൽ പോകുന്നത് കേട്ടോ. യാക്കോബിനെ ലാബാൻ, അമ്മാച്ചൻ, പിന്നീട് അമ്മായിയപ്പനായി, അമ്മാച്ചൻ ഒന്ന് ചുംബിച്ചു. ചുംബിക്കാൻ കാര്യമുണ്ട്. പെൺപിള്ളേര് പതിവിന് വിപരീതമായിട്ട് നേരത്തെ ഇഞ്ഞു വന്നു. മറ്റേന്നും ആടിനെ തീറ്റി വെള്ളം കുടിക്കാൻ ചെല്ലുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നതാണ്. ഒരു വലിയ കല്ലുമൊക്കെ ഉരുട്ടി വെച്ച് അവിടെ വലിയ തർക്കമൊക്കെ നടക്കും. അവിടെയാണ് ആ വീട്ടിലെ ആടിനെ മേയിക്കുന്നത് പെൺപിള്ളാരാ, ആ സഭ ഭരിക്കുന്നത് പെൺപിള്ളാരാ. അങ്ങനെയുള്ള സഭകളൊക്കെ ഉണ്ട്. പെണ്ണുങ്ങൾ ചില സഭ കാര്യം പറഞ്ഞാൽ അമ്മാമ്മ എന്നാ പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള സഭകളുണ്ട്. അല്ല, പെണ്ണുങ്ങളുടെ പേര് സഭ അറിയപ്പെടുന്നത് കുഞ്ഞോളമ്മാമ്മയുടെ സഭ എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളെവിടാ കൂടുന്നത്? ഞങ്ങൾ കുഞ്ഞോളമ്മാമ്മയുടെ സഭയാണ്. നിങ്ങളേ സഭ? ഞങ്ങൾ മേരിക്കുട്ടിയുടെ സഭയല്ല. യേശുവിന് മാത്രം ഇപ്പം സഭ ഇല്ല. യേശു വെളിയിൽ കൂടെ നടന്ന് മുട്ടുക, കുഞ്ഞോളെ എന്നെ അങ്ങോട്ടൊന്ന് കയറ്റാൻ. കാരണം അങ്ങനെ വെളിപ്പാട് പുസ്തകം 3 വാതുക്ക നിന്ന് മുട്ടുന്നു. കുഞ്ഞോനോട് എന്ത് ചെയ്താ? യേശുവിനെ കയറ്റുന്നില്ല. യേശു വെളിയിൽ കൂടെ കുഞ്ഞോളെ ഒന്ന് കയറ്റാവോ, അങ്ങോട്ട് എന്നെ ഒന്ന് കയറ്റാവോ എന്ന് ചോദിച്ചു. കുഞ്ഞോളെ പറഞ്ഞു, പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്നുണ്ടെന്ന് വിളിക്കുക, പിന്നെ വിളിക്കാം. അപ്പം എന്തായാലും കൊള്ളാം. ഇവിടെ ആടുകളെ തീറ്റുന്നത് ഈ 2 പെൺകുട്ടികളാണ്. ആടുകളുടെ കാര്യമൊക്കെ നടത്തുന്നത്. ഇവര് പതിവിന് വിപരീതമായിട്ട് തിരിച്ചു വന്നപ്പം ലാബാൻ ചോദിച്ചു, ഇന്ന് ഞാൻ നേരത്തെ വന്ന. എൻ്റെ അപ്പച്ച ഒരു കാര്യം പറയാനാ വന്നേ. ചോദിച്ചില്ലെങ്കിലും പറയാനിരിക്കുക. ഇന്ന് ഞങ്ങൾ നേരത്തെ വരാൻ കാര്യം, അവിടെ ഒരു ഉപദേശി വന്നു, കൊച്ചുപദേശി. എവിടെ? ആ കിണറ്റങ്കര. എന്നിട്ടോ മിടുക്കനാ ഒറ്റ ഉരുട്ടിനാ കല്ല് മാറ്റിയത്. കഴിഞ്ഞ നാളിലൊക്കെ അനേകർ 5-6 പേര് ഏലായിട്ടാ കല്ല്
മാറ്റി. പിന്നെ എന്നാലും പ്രശ്നമാണ്. പുള്ളി ഒറ്റയടിക്ക് കല്ല് ഉരുട്ടി മാറ്റി, വെള്ളമൊക്കെ എടുത്ത് തന്നു. അപ്പം പുള്ളി ചോദിച്ചു, പാസ്റ്റർ ആന്നോടി? പറഞ്ഞു, പാസ്റ്റർ. അസംബ്ലീസ് കോഡിലെ ആന്നോ? ഇത് അസംബ്ലീസ് കോഡായതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നത്. ചർച്ച കോഡായിരുന്നേ അങ്ങനെ മര പറഞ്ഞാൽ കോടി ഇടുന്നത്. അപ്പോൾ ചോദിച്ചു, അസംബ്ലീസ് കോഡിലെ ആന്നോ? ഏത് കോഡിലെ ആണെന്നൊന്നും അറിയാൻ മേല. ഓർഡിനേഷൻ ഉണ്ടോ? ഓർഡിനേഷൻ ഉണ്ടോ എന്നറിയത്തില്ല, എന്നാലും കുഴപ്പമില്ല. സ്തോത്രം. ബൈബിൾ സ്കൂളിൽ പുനലൂരാന്നോ പഠിച്ച, മുളക്കുഴയാന്നോ കുമ്പനാട്ടോന്നോ അതൊന്നും എനിക്കറിയാം, ചോദിച്ചില്ല. ആളും എടുക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ അപ്പനെ ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ വന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ലാബാൻ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ യാക്കോബിനെ കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനെ അവിടെ എഴുതിയേക്കുന്നത് അങ്ങനല്ലേ? ലാബാൻ തന്റെ സഹോദരിയുടെ മകനായ യാക്കോബിന്റെ വസ്തുത കേട്ടപ്പോൾ അവനെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്ത് ചുംബിച്ചു. ഈ ചുംബനം അത്ര ആത്മാർത്ഥതയുള്ള ചുംബനമല്ല. പെൺപിള്ളാരെ രക്ഷപ്പെടുത്തുകയും കല്ലുരുട്ടി മാറ്റുകയും ആടിനെ സംരക്ഷിക്കാനായിട്ട് വെള്ളം കൊടുത്തതിന്റെ ചുംബനം അല്ലാതെ ആത്മാർത്ഥതയുടെ ചുംബനമൊന്നുമല്ല. ആത്മാർത്ഥതയുടെ ചുംബനം അല്ലെന്ന് പറയാൻ കാര്യം, 10-20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ചുംബിച്ച അപ്പൻ്റെ മുഖം വല്ലാതായി. 31-1 വായിച്ചു. ആ ചുംബിച്ച മുഖമല്ലല്ലോ ഇപ്പം. 31-1 വായിരു. എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്ത് കളഞ്ഞു. 10-20 കൊല്ലം കഴിഞ്ഞപ്പോൾ തങ്ങളുടെ അപ്പനുള്ളതൊക്കെ യാക്കോബ് എടുത്തു കളഞ്ഞു. തങ്ങളുടെ അപ്പന്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെ സമ്പാദിച്ചു എന്ന് ലാബാന്റെ പുത്രന്മാര് പറഞ്ഞ വാക്ക് യാക്കോബ് കേട്ടു. അടുത്ത വാക്യം വായിച്ചത് യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കി. തന്റെ നേരെ മുമ്പേ ഇരുന്നത് പോലെ അല്ല. 20 കൊല്ലം മുമ്പ് കിണറ്റങ്കരെ വെച്ച് ചുംബിച്ച മുഖമല്ല. മോന്തയ്ക്കല്ല ഒരു വ്യത്യാസം. നമ്മൾ ചോദിക്കും, ബ്യൂട്ടി പാർലറിൽ വല്ലതും പോയോ എന്ന്. അല്ല, അങ്ങനെ പോയിട്ടുള്ളവരും ഉണ്ട്. ഇപ്പം പരുവക്കേടായിട്ടിരിക്കുക. ദൈവത്തിൻ്റെ മഹത്വം. ഇപ്പം അങ്ങനെ ആണെന്നല്ലോ, എല്ലാവരും അങ്ങനെ. കല്യാണമൊക്കെ നടക്കുന്ന വീടുകളിൽ അമ്മയും മക്കളും എല്ലാം അങ്ങ് പോവുക. പ്രാർത്ഥിച്ച സമയത്ത് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. സ്റ്റേജ് പാസ്റ്റർമാർ വന്ന് 10 മണിക്ക് കുത്തിയിരിക്കുക. അതുങ്ങൾ വന്ന് ചൂടും പിടിച്ച് അവസാനം പുകഞ്ഞ് ചില സ്റ്റേജിലും പാൻ കാണുകയല്ല. ചിലയിടത്ത്, എല്ലായിടത്തും അല്ല, ചിലയിടത്ത് അതുങ്ങൾ പുകഞ്ഞിരിക്കുക. അപ്പോൾ അമ്മയും മക്കളും എല്ലാം ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വരുന്നത് 10-നാണ് തുടങ്ങേണ്ടത്, 11:30 ആയാലും വരികയല്ല. പിന്നെ വീട്ടുകാർ പറയും പെട്ടെന്ന് നടത്തിയേക്കാൻ. എന്നോടാ പറയുന്നത്, ഞാൻ ഒന്നും പറയല്ല, പെട്ടെന്ന് നടത്തി വെച്ച് വീട്ടിൽ പൊക്കോളാൻ പറയും. കാരണം അവനിതൊന്നും ആവശ്യമില്ല. 2 മിനിറ്റ് കൊണ്ട് കല്യാണം നടത്തും. ഈ പള്ളിക്ക് ഈ മണി മതി എന്ന് പറഞ്ഞ പോലെ നമ്മൾ പിന്നെ സമയമെടുത്ത നാട്ടുകാർ നമ്മളെ പിരാകും. 2 മിനിറ്റ് കൊണ്ട് കല്യാണം നടത്തും. അവനിത് മതി, അതുകൊണ്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ലാബാന്റെ മുഖം തൻ്റെ നേരെ മുമ്പേ ഇരുന്നത് പോലല്ല. അപ്പൊ ഇത് ആത്മാർത്ഥതയുടെ ചുംബനമല്ല, ആത്മാർത്ഥതയല്ല. ആത്മാർത്ഥത ആരെന്തെങ്കിലും 20 കൊല്ലം കഴിഞ്ഞാലും മുഖത്തിന് വ്യത്യാസം വരികയല്ലോ. ആത്മാർത്ഥ അങ്ങനെ ചുംബിക്കരുത്. യേശുവിനെ അങ്ങനെ ചുംബിക്കരുത്. സ്തോത്രം. അങ്ങനെ ചുംബിക്കരുത്. വേറൊരു ചുംബനം കാണുന്നുണ്ട്. അബ്ശാലോം ചുംബിച്ചത് 15-ന്റെ 5 കിടപ്പുണ്ട്, വായിച്ചു. ശൗമേലിന്റെ 2-ാം പുസ്തകം 15-ന്റെ 5. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാ, നിങ്ങൾക്കെല്ലാം അറിയാം, എന്നാലും ഒന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. 15-5 4 മുതൽ വായിച്ചു. വഴക്കും വ്യവഹാരമുള്ളവരെല്ലാം കൂടെ വഴക്കും വ്യവഹാരമുള്ളവരൊക്കെ വ്യവഹാരമുള്ളവരെല്ലാം കൂടി എന്റെ ഇടയ്ക്ക് വന്ന് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ തക്കണം ദേശത്ത് എന്നെ ന്യായാധിപതിയാക്കിയിരുന്നെങ്കിലായിരുന്നു. അടുത്ത വാക്യം അബ്ശാലോം പറയും, ആരെങ്കിലും അവനെ നമസ്കരിപ്പാൻ അടുത്ത് എന്നാൽ അവൻ കൈ നീട്ടി അവനെ പിടിച്ച് ചുംബനം ചെയ്യും. ഇത് ചുംബിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ കുണം വരുത്താൻ ചുംബിക്കുന്നതല്ല, കസേര ഉറപ്പിക്കാൻ ചുംബിക്കുന്നതാ. വോട്ട് കിട്ടണം, ഇലക്ഷന് നിൽക്കണം, സെക്ഷനിലുള്ള എല്ലാവരും എനിക്ക് ഇനി ഞാനത് പറയുന്നില്ല, നിങ്ങളുടെ മുഖത്ത് വ്യത്യാസം വരും. വേണ്ട, എന്തിനാ അലോഗ്യം ഉണ്ടാക്കുന്നത്? ഇത് ആത്മാർത്ഥതയുടെ ചുംബനമല്ല, കസേര ഉറപ്പിക്കാൻ ഒപ്പിക്കുന്ന ചുംബനമാണ്. അതൊന്നും നിലനിൽക്കുന്നതല്ല. അതുകൊണ്ടല്ലയോ 19-ന്റെ 10 വായിച്ച അങ്ങനെ ചുംബിച്ച് കസാര കിട്ടിയ കസാര മേടിച്ച പുള്ളിക്ക് എന്നോ ഗതിയുണ്ടായി. 19-10 വായിച്ചേ, അതുകൂടെ വായിച്ചു. അത് അറിഞ്ഞേച്ച് പോകുന്ന നല്ലതാ. വായിച്ചു. പാസ്റ്റ് തന്നെ വായിക്കും. 19-10 നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തിരിക്കുന്ന അബ്ശാലോമോ പടയിൽ പട്ടുപോയി താണ്ട കിടക്കുന്നു. കസേര ഉറപ്പിക്കാൻ കൊടുത്ത ചുംബനമാണ്. അവസാനം വന്ന ഗതി കണ്ടോ? നമുക്ക് രാജാവായിട്ട് നാം തിരഞ്ഞെടുക്കുന്ന ഈ അബ്ശാലോം പടയിൽ പട്ടുപോയി. ഇതേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇതും ആത്മാർത്ഥതയുടെ ചുംബനം അല്ല. സ്തോത്രം. പുതിയ നിയമത്തിലൊരുത്തൻ ചുംബിച്ച നമുക്കറിയാമല്ലോ. 30 വെള്ളിക്കാശ് കൈ വെച്ചോണ്ടാ ചുംബിച്ചത്.
ചില വേദപഠിതാക്കൾ പറയും ചുംബനം കൊടുക്കുമ്പോഴും പണം വന്ന് ഇടിക്കുക ഒറ്റ കൊടുത്തതിൻ്റെ. സ്തോത്രം. 30 വെള്ളിക്കാശ് പറഞ്ഞൊത്തു. ഇവനത് ഈ വൈരാഗ്യം വരാൻ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ വചനം ആസ്വദിക്കുന്നവർ ചിലരുള്ളത് കൊണ്ടാണ്. ദൈവത്തിന്റെ മഹത്വം. ഒരിക്കൽ യേശു ബെഥാനിയിൽ വന്നു പെസഹയ്ക്ക് 6 ദിവസം മുമ്പ്. 6 ദിവസം മുമ്പ് വന്നപ്പോൾ മാർത്ത വിരുന്നുമൊക്കെ ഒരുക്കി. എല്ലാവരും വിരുന്നൊരുക്കി. ഈ വീട്ടിൽ കൂടെ യേശു വരുമല്ലോ. വിരുന്നൊരുക്കി. മറിയവും അടുത്ത് നിൽപ്പുണ്ട്. ദൈവത്തിന്റെ മഹത്വം. ചുരുക്കി പറഞ്ഞാൽ ലാസർ പന്തിക്ക് ഇരിപ്പുണ്ട്. പുള്ളിയെ പന്തിക്ക് ഇരുത്താനായിരുന്നു 11-ാം അധ്യായത്തിൽ രോഗമൊക്കെ വരുത്തിയത്. അത് പോട്ടെ, നമ്മുടെ വിഷയമല്ല. അപ്പം ഓർക്കാപ്പുറത്ത് മറിയ സ്വച്ഛജടമാംസി തൈലം കൊണ്ടുവന്ന് പൊട്ടിച്ച് യേശുവിൻ്റെ കാലിലങ്ങ് പൂശി. സ്തോത്രം. ഉടനെ യൂദ കയറി കൊമ്പ് കോർത്തു. ഈ വെറും ചെലവ്, പാഴ്ചെലവ്, ഇതെന്തോ ഈ കാണിക്കുന്നത്? ഇവളിങ്ങനെ ഇത് പൂശുകാരുന്നെങ്കിൽ കമ്മിറ്റിയിലൊന്ന് നേരത്തെ പറയണ്ടായിരുന്നു. കമ്മിറ്റിക്കാരോട് പറഞ്ഞേച്ച് വേണ്ടേ പൂശാൻ. കമ്മിറ്റിയോട് പറഞ്ഞാൽ ഒരുത്തനും സമ്മതിക്കുകയല്ല. ചില കാര്യമൊന്നും കമ്മിറ്റി ഞങ്ങളുടെ സഭ എല്ലാം ഒന്നും അവിടെ കമ്മിറ്റി ഇല്ല. കമ്മിറ്റി കളിച്ച് അങ്ങോട്ട് വന്നാൽ ഒക്കുകയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റി ഉള്ള സ്ഥലമുണ്ട്, പറഞ്ഞു വിടാം, വണ്ടിയിലും വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാവരുടെ കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് നടത്തിപ്പിൽ അങ്ങ് കാര്യം പോവുക. ചിലർക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടാട്ടെ, ഞാൻ എതിർക്കുന്നൊന്നുമില്ല. അപ്പം ഇവള് ഇതൊന്നും പറഞ്ഞില്ല. യൂദായോടോ മത്തായിയോടോ അന്ത്രയോസിനോടൊന്നും മിണ്ടിയില്ല. അവള് ഓർക്കാപ്പുറത്ത് ഇങ്ങോട്ട് വന്നിച്ചു സ്തോത്രം ഒഴിച്ചു. അപ്പൊ യൂദായ്ക്ക് പ്രശ്നമായി. യൂദ പറഞ്ഞു ചെലവ് ഇത്. ഉടനെ എനിക്കൊന്ന് പുള്ളി സിയക്കാരനാണെന്നാ തോന്നുന്നത്. ഉടനെ പുള്ളി കണക്ക് കൂട്ടി. മണമടിച്ചപ്പോഴേ പുള്ളി കണക്ക് പറഞ്ഞു 300 വെള്ളിക്കാശ് മണമടിച്ചപ്പോൾ. കാരണം അതിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് മുഴുവൻ നിറഞ്ഞെന്ന. മണമടിക്കുമ്പോൾ കാര്യം പറയുന്ന ആൾക്കാരുണ്ട്. കൺവെൻഷൻ ഇരിക്കുന്നെങ്കിൽ പറയും നിന്നെ ഭക്ഷണമാണ്, മണമടിക്കുമ്പോൾ അറിയാം. അതെ, വണ്ടി വന്ന് നിൽക്കുമ്പോൾ പറയാം ഇന്നതാ. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുമുണ്ട്. മണമടിച്ചപ്പോഴേ പുള്ളി കണക്ക് കൂട്ടി 300 വെള്ളിക്കാശ്. ഇത് വിറ്റ് ദരിദ്രന്മാർക്ക്. അടുത്ത വാക്യത്തിൽ വ്യക്തമായിട്ട് എഴുതി ദരിദ്രന്മാരോട് സ്നേഹം ഉണ്ടായിട്ടല്ല. അടുത്ത പദമുണ്ട്, ഇവൻ കള്ളനാകൊണ്ടും 2 പണസഞ്ചി അവൻ്റെ പക്കലാകൊണ്ടും 3 അതാ പ്രധാനം. അതിലിട്ട് വരുന്നത് ഡെയിലി അടിച്ചു മാറ്റുന്നവനാണ്. യേശുവിൻ്റെ കാലത്ത് ഓഡിറ്റിംഗ് ഒന്നുമില്ലല്ലോ. നമ്മുടെ സഭയിലൊക്കെ ആ മാസങ്ങളിലല്ലേ വർഷം വരുമ്പോൾ വായിച്ചേച്ച് പിന്നെ വാതൊക്കെ കെട്ടിത്തൂക്കും. ദേശാംശം കൊടുക്കാത്തവൻ്റെ പേര് കൊടുത്തവൻ്റെ. അതുപോലെ നാണം കെട്ട ഇടപാട്. ചിലടത്ത് ഉപദേശമാരോ സെക്രട്ടറിയോ ട്രഷറോ നിന്ന് വായിക്കുകയും ചെയ്യും. തങ്കമ്മ തന്നു, ജോർജ് കുട്ടി തന്നിട്ടില്ല, ഇങ്ങനത്തെ നാണം കെട്ട ഇടപാട് അങ്ങ് ഇരക്കുക നിന്ന്. ഏതായാലും ഞാൻ പാസ്റ്റോട് ചോദിച്ചു, ഇവിടെ സ്വോത്രം കാണിച്ചു. പുള്ളി പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അത് വളരെ നന്നായിരിക്കുന്നു. അങ്ങനെ വേണം യോഗം നടത്താൻ. അപ്പോൾ ചോദിക്കും എങ്ങനെ നടക്കും? വേല ദൈവത്തിൻ്റെ തന്നെ ദൈവം പദ്ധതി ഇടും. ദൈവം ചോദിക്കും. ഇത് ചുമ്മാ വഴിയെ പോയവൻ്റെയും വീടി വലിച്ച് അവൻ വീടി ചുണ്ട വെച്ചേച്ചാ പിന്നെ എന്നിട്ട് പറഞ്ഞ് ദൈവം തന്നെന്നാ. അവൻ മറ്റവൻ കുടിച്ച് കിറിഞ്ഞു നിൽക്കും. നമ്മൾ പറയുന്നതിനെ ദൈവം തന്നതാണ്. ഇങ്ങനെയൊക്കെ തരുമെങ്കിൽ വലിയ കാര്യമാണ്. സ്തോത്രം. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെ ഇപ്പം വിളിച്ചത് അല്ല, ഞാൻ എങ്ങനെയൊക്കെയാ പറയുന്നത് എൻ്റെ അറിയാമല്ലോ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വേല ദൈവത്തിൻ്റെ നാമെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് ഞങ്ങളുടെ ഒരു ഉപദേശി ഒരിക്കലൊരു കാര്യം പറഞ്ഞു. അത് പറയുന്നത് മോശമാണ്, മൈക്കിൽ കൂടെ പറയുന്നത് മോശമാണ്. പുള്ളി പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞു അച്ഛാ അത് എങ്ങനെ നടക്കും? അപ്പം പുള്ളി പറഞ്ഞു പുള്ളിക്ക് 40 ലക്ഷം രൂപ വേണം. അപ്പം പുള്ളി പറയാം ഒരു സാഹിത്യത്തിന് വട്ടളങ്ങിയാൽ മതി. അയാൾക്ക് വട്ടളക്കി ചെക്കെടുത്ത് 40 ലക്ഷം രൂപ എഴുതി കഴിയുമ്പം അതിൽ നേരെ ആയിക്കോട്ടെ. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇവനെ പറഞ്ഞത് 1 ഇവൻ കള്ളനാ, 2 പണസഞ്ചി അവന്റെ പക്കല, 3 ഇത് അടിച്ചു മാറ്റുക. അതുകൊണ്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 300 വെള്ളിക്കാശിൻ്റെ ആണല്ലോ വിറ്റത്, കൊണ്ടൊഴിച്ചത്.
ഇവൻ അന്ന് മുതലേ ഒരു ചെറിയ ചിന്തയുണ്ട്. ഇവനെ ചിന്തിച്ചത്, ഇവൻ അടിച്ചു മാറ്റിയതെല്ലാം ഈ 300 കിട്ടുകാരന് കണക്ക് തയ്ക്കായിരുന്നു. 300 വെള്ളിക്കാശൂടെ കെട്ടുകാരെന്നെങ്കിൽ ഇവൻ അടിച്ചു മാറ്റിയത് കുറേ ഉണ്ട്. അപ്പോൾ ഇതുകൂടെ ഇങ്ങോട്ടിട്ട് പണ്ട് കണക്കെഴുതിയ പോരുന്നെഴുതി വെച്ച് കൂട്ടിയിട്ട് ഒക്കുന്നില്ല. അന്തർയോസ് പുണ്യാളൻ 500 രൂപ പാറ്റ്. കണക്ക് ശരിയായി, എടുത്തോളാം. പള്ളിയിലെ കണക്കിന് തിരട്ടെന്നാണ് പറയുന്നത്. തിരട്ടെ എഴുതി വെച്ചു. അന്തറോസ് പുണ്യാളൻ 500 രൂപ പാറ്റ്. വായിച്ചപ്പം കണക്ക് റെഡിയായി എന്ന് പറഞ്ഞ പോലെ ഇവന് അടിച്ചു മാറ്റുക. ചുരുക്കി പറഞ്ഞാൽ ഈ 30 വെള്ളിക്കാശിന് യൂദ യേശുവിന് ഒറ്റിക്കൊടുത്തു. പറഞ്ഞൊത്തന്ന്. പന്തിരുവരിലൊരുത്തനാം യൂദൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. പന്തിരുവരിലൊരുത്തനാം യൂദൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. ആ കഷ്ടം തന്തയെ കാണിച്ചു കൊടുപ്പാൻ. ശ്രദ്ധിക്കുക, ഈ 30 വെള്ളിക്കാശിന് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുക. ഇവൻ യേശുവിനെ ചുംബിക്കാൻ വരുമ്പോഴും ഒറ്റിക്കൊടുത്ത പണം ഇവന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് കർത്താവ് സർവജ്ഞാനിയായ ഇതെല്ലാം അറിയെങ്കിലും ചോദിച്ചു, യൂദായെ ചുംബനം കൊണ്ടാന്നോ മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നത്? യൂദ ചുംബിച്ചതുപോലെയും ചുംബിക്കരുത്. എന്നാൽ ആ ശിമോന്റെ വീട്ടിൽ യേശു വന്നപ്പോൾ മറിയം ചുംബിച്ചു. സ്തോത്രം. സുഗന്ധ പരിമള തൈലം അവിടുത്തെ തൃപ്പാനത്തിൽ പൂശി, കണ്ണുനീര് കൊണ്ട് കാല് കഴുകി, ഇതെല്ലാം പൂശി, ആ സ്തോത്രം കാല് തലമുടി കൊണ്ട് തുടച്ചു. സ്തോത്രം. ഇന്നത്തെ മറിയക്ക് മിക്ക മറിയമാർക്കും തലമുടി കൊണ്ട് തുടയ്ക്കാനൊക്കെയല്ല, കാരണം വട്ടം കണ്ടിച്ച് കിടക്കുക. അങ്ങനെ ഇപ്പോഴത്തെ മറിയൊക്കെ അങ്ങനെ ആണല്ലോ കൂടുതലും. അസുഖം വന്ന് മുടി പോയവരുണ്ട്, അവരുടെ കാര്യമല്ല ഈ പറയുന്നത്. ഒരു കുഴപ്പം, ഇന്നാളെ ഒരു സഹോദരി ഉണ്ടായിരുന്നു, നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു, നേരത്തെ കണ്ടിട്ടുണ്ട്. അവർ മുടിയൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത കാലത്ത് മുടിയെല്ലാം മട്ടം കണ്ടിച്ചു. എന്തോ അതിന് ബോബെന്നല്ലേ, തെറ്റിയോ? ഞാൻ ചോദിച്ചു, എന്നെ വല്ല അസുഖം വല്ലോ? ഒരു കുഴപ്പമില്ല, ഞാൻ ബൈക്കേ പോകുമ്പോൾ ഇതാ സൗകര്യം എന്ന് പറഞ്ഞു. മാമ പറക്കുക, ചായം പുറകെ ചിലപ്പം കാണും. ഏതായാലും മറിയ തൃപ്പാലപീഠത്തിൽ ഇരുന്ന് കണ്ണുനീര് കൊണ്ട് കാല് കഴുകി തലമുടി കൊണ്ട് തുടച്ചു, ആ പാദത്തിൽ ചുംബിച്ചു. ഒന്ന് ചുംബിക്കുകയല്ല, കർത്താവ് പിന്നത്തേത് പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നീ എന്നെ കാല് കഴുകിയില്ല, നീ എനിക്ക് ചുംബനവും തന്നില്ല. ഇവള് വന്നപ്പോൾ മുതൽ ഇടവിടാതെ തന്നെ ചുംബിക്കുന്നെന്ന്. അങ്ങനെ ചുംബിക്കണം, ഇടവിടാതെ നീ യേശുവിനെ ചുംബിക്കണം. നിനക്ക് ചുംബിക്കാൻ പറ്റിയ ഒരുവനേ ഉള്ളൂ, യേശു മാത്രം. നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. ഇന്ന് രാത്രി ആ യേശുവിനെ ആര് ചുംബിക്കും അവർ നശിച്ചു പോകത്തില്ല. ദൈവത്തിന് മഹത്വം. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. ഈ നല്ല ആഗ്രഹത്തെ ദൈവം നിറവേറ്റിത്തരും. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം അത് പിന്നെ നിറവേറ്റിത്തരും. ഞാൻ വചനം ധ്യാനിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, നിങ്ങൾക്കും അറിയാം, നല്ല ആഗ്രഹം ദൈവം നിറവേറ്റിത്തരും. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ചില വചന ശുശ്രൂഷ അങ്ങ് നടത്തുക, കാരണം അങ്ങനെ ആണല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ ഇതിങ്ങനെ നടക്കട്ടെ. വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇപ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ. എന്നാലും ഇത്രയും ദൈവമക്കൾ ഇവിടെ കൂടിയല്ലോ, നിങ്ങൾക്കും ഒരു അനുഗ്രഹമാകട്ടെ. ദൈവത്തിന് മഹത്വം. നല്ല ആഗ്രഹത്തെ ദൈവം നിറവേറ്റിത്തരും. അതിന് ഈ എഫേസ്യ ലേഖനം 3:20 വാക്യമുണ്ട്, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. അത് കൂടുതലും ആൾക്കാരും ഭൗതിക വിഷയത്തെ ആസ്പദമാക്കിയ ഈ വാക്യം എടുക്കുന്നു. മിക്കവരും അങ്ങനെ ചോദിക്കുന്നതിലും. എൻ്റെ ജോർജ് കുട്ടി 2 മുറി പണിയാനാ ചിന്തിച്ചത്, പക്ഷേ ദൈവം 5 മുറി ബെഡ്റൂം അറ്റാച്ച്ഡ്. ചോദിക്കുന്നതിലും നമ്മുടെ സാക്ഷിയാണ്. 4 പിള്ളേരുണ്ട്, ഒരുത്തന്നെ പേർഷ്യ വിടാനാ നോക്കിയത്, പക്ഷേ 4 പേരും പോയി. ചോദിക്കുന്നതിലും നമ്മൾ കോട്ട് ചെയ്യുന്നത് അന്നേരമായി വാക്യം ഇല്ലേ, മിണ്ടുന്നില്ല.
2 വീലർ വാങ്ങാനായിരുന്നത്, പക്ഷെ തന്നപ്പം 4 വീലർ ദൈവം തന്നു. ചോദിക്കുന്നതിലും എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയ പോലെ നമ്മളെല്ലാവരും ഈ വാക്യം ആ രീതിയിൽ കോട്ട് ചെയ്യുന്നത് ആണ്ട ഞാൻ എതിർക്കുന്നില്ല. എന്നാൽ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20 പൗലോസ് പറയുക, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. നമ്മുടെ ആഗ്രഹം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. അതിന് ഒരു ഉദാഹരണം വചനത്തിൽ നിന്ന് തരാം. വചനത്തിൽ നിന്ന് നിങ്ങൾക്കറിയാമല്ലോ, കർത്താവ് യെരിഹോവിൽ വന്ന് അവിടുന്ന് പുറപ്പെടുമ്പം ഒരുത്തൻ ഓടി യേശു എങ്ങനെയുള്ളവൻ എന്നൊന്ന് കാണാൻ. എങ്ങനെയുള്ളവൻ എന്നൊന്ന്, കാരണം പുള്ളി ആളിൽ കുറുകിയ ആളാണ്. ആളിൽ നമ്മുടെ നാട്ടിൽ ചില ചൊല്ലുകളൊക്കെ ഉണ്ട്, ആളിൽ കുറുകി അകത്തോട്ട് വിശ്വസിക്കരുതെന്നൊക്കെ. ഞാൻ അങ്ങനെയില്ല, എനിക്ക് വിശ്വാസമാണ്, എനിക്ക് എല്ലാവരും വിശ്വാസമാണ്. പിന്നെ എനിക്ക് ചൂടെ നെടുപ്പമുള്ളവനെയാ വിശ്വാസക്കുറവെന്നാ. അല്ല, ദൈവം നമ്മളെ വിശ്വസിക്കുകയല്ലേ, പിന്നെ നമുക്ക് വിശ്വസിച്ചാൽ എന്നാ സ്തോത്രം. നമ്മളെല്ലാം ദൈവം അങ്ങ് വിശ്വസിക്കുകയല്ലേ. പൗലോസ് പറഞ്ഞു, എന്നെ വിശ്വസ്തനെണ്ണി ഈ ശുശ്രൂഷയ്ക്ക് ആക്കിയെന്ന. നമ്മളെ വിശ്വസിച്ച് ആക്കിയിരിക്കുക. അപ്പൊ എന്തായാലും കൊള്ളാം. ഈ സക്കായി ഇവനെ ചുങ്കക്കാരൻ, അവനെ നീളം കുറഞ്ഞവന്. അപ്പം ആളും ബഹളവും കൂടെ വന്നതുകൊണ്ട് കാണാനൊക്കുകയല്ല. അപ്പം ഇവനെ അവൻ്റെ ആ ജീവിതത്തിൻ്റെ വിശേഷത, ഇവൻ യേശുവിനെ കാണാൻ മുമ്പോട്ട് ഓടി. അതാ, യേശുവിനെ കാണാൻ മുന്നോട്ട് ഓടി. നീ പുറകോട്ട് ഓടിയാൽ കാണുകയല്ല, മുന്നോട്ട് ഓടണം. മുന്നോട്ട് ഓടി. എൻ്റെ ഭാഷ പറഞ്ഞ പ്രതിസന്ധികളെ തരണം ചെയ്ത ഇവൻ മുമ്പോട്ട് ഓടിയത്. ഇന്ന് രാത്രി നീ യേശുവിനെ കാണാൻ മുമ്പോട്ട് ഓടണം. തടയാൻ നിൽക്കുന്നവർ കാണും, പ്രതിസന്ധികൾ കാണും, പാരമ്പര്യം കാണും, ആചാരങ്ങൾ കാണും, അനുഷ്ഠാനങ്ങൾ കാണും. മുൻപോട്ട് ഓടാൻ പറ്റാത്ത വിധത്തിൽ പല പല പ്രശ്നങ്ങൾ കാണും. പക്ഷെ നീ അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് ഓടണം. ഇവൻ ഓടി ചെന്ന് ഒരു കാട്ടത്തിയൽ വലിഞ്ഞങ്ങ് കയറി. ആരും കാണരുതെന്ന് ഓർത്താ മേളിലിരിക്കുക. നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. ഇത് യെരിഹോവിലെത്തിയപ്പോഴാണ്. യെരിഹോവിനെ പറ്റി പഠിക്കുമ്പോൾ ഒത്തിരി അപാകതയുള്ള സ്ഥലമാണ് യെരിഹോവ്. സ്തോത്രം. ഒന്ന്, ഇത് ശപിക്കപ്പെട്ട പട്ടണമാണ്. യോശുവയുടെ കാലത്ത് ശപിച്ചതാ. സാധാരണക്കാർ യെരിഹോവിൽ താമസിക്കാനും വീട് പണിയാനും വലുതായിട്ട് തുനിയത്തില്ല. നമ്മുടെ ചില ആൾക്കാർ പറയുമല്ലോ, ആ ഏരിയ വേണ്ട, പിന്നെ കുമ്പനാട് അത് കുഴപ്പമില്ല, പക്ഷെ കിട്ടുമോ എന്നുള്ളതാ. പുനലൂരും തരക്കേടില്ല. ഇനിയും പറന്തലായാലും കുഴപ്പമൊന്നും മനസ്സിലായി കാണും. എന്നാൽ യെരിഹോ വെറുതെ കൊടുക്കാന്ന് പറഞ്ഞാലും ചിലർക്ക് വേണ്ട, ശപിക്കപ്പെട്ട സ്ഥലമാണ്. ഒന്ന്. രണ്ട്, പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമാണ്, പക്ഷേ വെള്ളമെല്ലാം ചീത്തയാ. ഇരിപ്പൊക്കെ നല്ല പെയിന്റും ഒക്കെ അടിച്ച് AG എന്നൊക്കെ എഴുതി ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ IPC, പക്ഷെ ആരാധനയൊന്നുമില്ല. എല്ലാ മന്ദിരം ഉറങ്ങി വെച്ച് പോവുക. ഇരിപ്പൊക്കെ നല്ല മനോഹരമാണ്, ദൈവത്തിന് മഹത്വം. പക്ഷേ വെള്ളം കുടിക്കാനും ഒക്കുകയല്ല, ദേശം ഗർഭനാശകമാണ്, സന്തതി ഉണ്ടാകുന്നില്ല. അങ്ങനത്തെ സ്ഥലമാണ് യെരിഹോ. മാത്രമല്ല കള്ളന്മാരും കവർച്ചക്കാരും ഉള്ള സ്ഥലമാണ്. അതാണല്ലോ നിരപരാധിയായ ഒരുത്തനെ പിടിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ച് പോയത്. അങ്ങനത്തെ സ്ഥലമാണ് യെരിഹോ. പിന്നെ തന്നെയുമല്ല, ഇത് കുരുടന്മാർ ഒത്തിരി ഉള്ള സ്ഥലമാണ്, കണ്ണുപൊട്ടന്മാരുടെ ഏരിയയായ ധാരാളം ഉണ്ട്. 1-2 അല്ലല്ലോ, മർക്കോസിന്റെ സുവിശേഷം ലൂക്കോസും ഒക്കെ പഠിക്കുമ്പോൾ ഇഷ്ടം പോലെ. ഇങ്ങനെയൊക്കെ എല്ലാം കൊണ്ട് പരുവക്കേട് പിടിച്ച സ്ഥലമാണ് യെരിഹോ. ദൈവത്തിന് മഹത്വം. ആ യെരിഹോവിൽ യേശു എത്തി. മാത്രമല്ല, യെരിഹോവിലെ ഒരു സ്ത്രീയെ പറ്റി നമുക്കറിയാം, യോശുവയുടെ പുസ്തകത്തിൽ. അവളെ പറ്റി ആ ഭാഷ പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് റാഹാബ്. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാര് തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. പക്ഷേ യേശു അവിടെ എത്തി. സ്തോത്രം. ആർക്കും വേണ്ടാത്തവര്, എല്ലാവരും വെറുക്കപ്പെട്ടവര്, സമൂഹം വിടക്കം നിന്നുന്നവരുടെ ഇടയ്ക്ക് യേശു വരും. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിലുള്ളവരും ചാർച്ചക്കാരും പ്രിയപ്പെട്ടവരും ഒക്കെ നിന്നെ വെറുത്ത് സഹകരിക്കുന്നില്ല, ഒറ്റപ്പെടുത്തി സ്തോത്രം നിന്നെ കൊള്ളുകയില്ലെന്ന് വിധി എഴുതി മാറ്റി നിർത്തുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. അങ്ങനെയുള്ളവരുടെ അടുക്കൽ വരുന്നവനാ യേശു. യേശു അവിടെ വന്നു. ഈ സ്ഥലത്ത് നിന്ന് യേശു പുറപ്പെടുമ്പോഴായി യേശുവിനെ ഒന്ന് കാണണം. നീളക്കുറവായതുകൊണ്ട് മുന്നോട്ട് ഓടി, കാട്ടത്തിമേൽ വലിഞ്ഞു കയറി. സൂക്ഷം യേശു അവിടെ വന്ന് മേലോട്ട് നോക്കി. അതിൻ്റെ പിമ്പിൽ എത്രയോ മരങ്ങളും വേറെ എത്രയോ കാട്ടത്തിയും അത്തിയും ഒലുവും ഒക്കെ കണ്ടെന്ന് വരാം. അവിടെ നിന്ന് യേശു നിന്നില്ല. സൂക്ഷം
അവിടെ വന്നപ്പോൾ യേശു മേളിലോട്ട് നോക്കി. ഇവൻ യേശുവിനെ കാണാനാ ആഗ്രഹിച്ചത്. യേശു ഇവനെ കണ്ടു. യേശു നിന്നെ കാണും. നീ എവിടെ ഇരുന്നാലും യേശു നിന്നെ കാണും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത്തിയുടെ മേളിൽ ഇരുന്നപ്പോൾ സൂക്ഷം വന്ന് യേശു കണ്ടു. ഒരുത്തനാന്ന് അത്തിയുടെ കീഴേലായിരുന്നത്. പുള്ളി ചോദിച്ചു, എന്നെ എപ്പോൾ അറിയുമെന്ന് ചോദിച്ചു. നീ അത്തിയുടെ കീഴിരുന്നപ്പോൾ ഞാൻ നിന്നെ. അപ്പം കീഴേ ഇരുന്നാലും യേശു കാണും, മേളിൽ ഇരുന്നാലും യേശു കാണും. ആദിമ മാതാപിതാക്കളാകുന്ന ആദവും ഹവ്വയും അത്തിക്ക് മറഞ്ഞിരുന്നെന്ന, അത്തിയായിരുന്നെന്നാ ചെല്ല് പറയുന്നത്. അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും അത്തിയാന്നാ പറയുന്നത്. കാരണം അത്തിയല ഉണ്ടാക്കിയ രണ്ടും കൂടെ മിടിയും ടോപ്പും ഒക്കെ പാപം ചെയ്ത് കഴിഞ്ഞേ. അച്ചായനൊരു ബർമുടായും അമ്മാമയ്ക്കൊരു മിടിയൊക്കെ അത്തിയല കൊണ്ടുണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയ ചന്നാരൻ തന്നെ അത്തിക്ക് മറഞ്ഞിരുന്നത്. കാരണം കാലൊച്ച കേട്ട് ദൈവം വരുന്നത്. അപ്പം അത്തിക്ക് മറഞ്ഞിരുന്നെന്ന എഴുതിയിട്ടില്ലെങ്കിലും ആശയമല്ല. അങ്ങനെയാണെങ്കിൽ അത്തിയുടെ മേളിൽ ഇരുന്നവനെ യേശു കണ്ടു, അത്തിയുടെ കീഴേ ഇരുന്നവനെ യേശു കണ്ടു, അത്തിക്ക് മറഞ്ഞിരിക്കുന്നവരെ യേശു കാണും. അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അഗ്നിജാലയ്ക്കത്തോ കണ്ണുള്ളവനായ യേശു ഇന്ന് രാത്രി യേശു നമ്മുടെ നടുവിലുണ്ട്. നിന്നെ നല്ലതുപോലെ അറിയുന്നുണ്ട്, നല്ലതുപോലെ കാണുന്നുണ്ട്, നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട്. ആ നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകന്റെ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, അതേ യേശു നല്ലവൻ, യേശു നല്ലവൻ, എന്റെ യേശു നല്ലവൻ. ഓ മുൻപിലും പിറകിലും നടന്നു കാവല, മേഘമൊന്നെനിക്കുമേൽ വിരിച്ചു സ്നേഹമാ, നീണ്ട മരുഭൂവിലുള്ള കയ്യിൽ താങ്ങിടും യേശു നല്ലവൻ. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകന്റെ നാമം വാഴ്ത്തിപ്പാടും ഞാൻ. ഓ യേശു നല്ലവൻ, അതേ എന്റെ യേശു നല്ലവൻ, യേശു നല്ലവൻ, എന്റെ യേശു നല്ലവൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, അത്തിയുടെ മുകളിൽ ഇരുന്നാലും യേശു നിന്നെ കാണും, അത്തിയുടെ കീഴിലിരുന്നാലും യേശു നിന്നെ കാണും, അത്തിക്ക് മറഞ്ഞിരുന്നാലും യേശു നിന്നെ കാണും. ഇവിടെ സാമാനങ്ങളുടെ ഇടയിലൂടെ തന്നെ ഒളിച്ചിരിക്കുക, അവനെയും പിടികൂടി എന്നുള്ളതാണ്. സ്തോത്രം. അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ഇന്ന് രാത്രി യേശു നിന്നെ കണ്ടിട്ടുണ്ട്, നിന്റെ തലമുറയെ കണ്ടിട്ടുണ്ട്. ആമൻ. സ്തോത്രം. നിന്റെ കുടുംബത്തെ കണ്ടിട്ടുണ്ട്. അവിടത്തേക്ക് ആമൻ നിന്നെ നല്ലതുപോലെ അറിയാം. യേശു നിന്റെ കീഴിൽ വന്നപ്പോൾ പറഞ്ഞു, സക്കായിയെ ഇറങ്ങി വരാൻ പറഞ്ഞു. വേഗം ഇറങ്ങി വരാനാ പറഞ്ഞ്, ഉരുണ്ട് വീടരുതെന്നാ പറഞ്ഞ. എൻ്റെ അർത്ഥം ഞാനൊരു കാര്യം പറയാം. കാണാനുള്ള ആർത്തി കൊണ്ടും താല്പര്യം കൊണ്ട് മേളിലോട്ട് പെട്ടെന്ന് കയറി കാണും. പക്ഷെ ഇറങ്ങി വന്നത് പറഞ്ഞ് ബെത്തപ്പെട്ട് ഇറങ്ങി എന്ന, അങ്ങനല്ലേ? അങ്ങനെ ഉണ്ട്. അവൻ ബെത്തപ്പെട്ട് കയറാൻ എളുപ്പമാണ്. യേശുവിൻ്റെ അടുക്കലോട്ട് ഇറങ്ങി വരാനാ ബെത്തപ്പാട്, ഇല്ലേ? കുടിക്കാൻ എളുപ്പമാണ്. കൂട്ടുകാർ കൂടിയപ്പോൾ എളുപ്പമാണ്. ഒരു കുപ്പിയും കൂടെ അടിച്ചോളാൻ പറഞ്ഞു. സ്തോത്രം. നമ്മുടെ അടുത്തൊരെണ്ണവും കൂടെ വരുന്നുണ്ടെന്ന് ബിവറേജ്. എളുപ്പമാണ്. ആ പ്രാർത്ഥിയിൽ എത്രയും പെട്ടെന്ന് വരാം. കയറാൻ എളുപ്പമാണെന്ന് മനസ്സിലായി കാണും. പക്ഷെ നിർത്തി ഇറങ്ങി വരാൻ അല്പം ബുദ്ധിമുട്ടാണ്. അതാ ബന്ധപ്പെട്ട്. സ്തോത്രം. വലിക്കാൻ എളുപ്പമാണ്. പിന്നെ കൂടെ കൊണ്ട് തരികയും ചെയ്യും. വായിക്കൂടെയും പുകവിടാം. പിന്നെ എളുപ്പമാണ്. പക്ഷെ അത് നിർത്തിയേച്ച് ഇറങ്ങി വരാൻ അല്പം ബത്തപ്പാടാണ്. സ്തോത്രം. പാപപ്രവൃത്തികളിൽ ഏർപ്പെടാൻ എളുപ്പമാണ്. ഇപ്പം ദൂരോട്ടൊന്നും പോകണ്ടെല്ലാം കയ്യിലുണ്ടല്ലോ. ഒരു തോണ്ട്, ഒരു കുത്തും, ഒരു മാന്തും നടത്തുമ്പോൾ കാര്യം. എൻ്റെ കുഞ്ഞിലെ നിങ്ങൾ ചിലർക്ക് പണ്ടൊരു സിനിമ കാണണമെങ്കിൽ പാത്തും പതുങ്ങിയാ പോയി, ഇല്ലേ? ഇപ്പം ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ എന്ത് എളുപ്പമാണ് കാര്യങ്ങൾ. ഇപ്പം അതും വേണ്ട, കയ്യിൽ നിൽക്കുക. ഞാൻ യാത്രയിലൊക്കെ ശുശ്രൂഷ കഴിഞ്ഞ് വരുമ്പം ആൺപിള്ളേരിലൊരു 80% റോഡിലുണ്ട്, 11:30 അവന് റോഡിൽ കൂടെ. ഒരുത്തിനോട് ഞാൻ പറഞ്ഞു, നിന്നെ പാമ്പ് കൊത്തുമെന്ന് പറഞ്ഞു. പാതിരാത്രിക്ക് ഇങ്ങനെ വഴി കൂടെ പരക്കാത്തിരുന്ന് ഫോൺ ചെയ്യാൻ മേലേ.
അപ്പം അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റാത്ത കോളുകളാ ഈ വരുന്നോണ്ടിരിക്കുന്നത്. അവൻ റോഡേ കൂടെ നടക്കുക, അവൾ ടെറസിൻ്റെ മണ്ടയിലും, ഒന്നും പെരയ്ക്കാത്തില്ല. അപ്പം ഇത് ബന്ധപ്പെട്ട് കയറാൻ എളുപ്പമായി, ഇറങ്ങി വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞ് വേഗത്തിൽ ഇറങ്ങി വാ. സ്തോത്രം. ഇന്ന് രാത്രി നിന്റെ വീട്ടിലാ. അതാ ഞാൻ പറഞ്ഞ് ചോദിക്കുന്നതിലും ഇവനെ കാണാൻ ആഗ്രഹിച്ചതാ. പക്ഷെ യേശു പറഞ്ഞു ഇന്ന് രാത്രി നിന്റെ വീട്ടിലാ. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ യേശു തൃപ്തിപ്പെടുത്തും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ അതിനകത്താക്കും. ഇന്ന് രാത്രി ദൈവം നിനക്ക് അവസരം തന്നിരിക്കുക. സ്തോത്രം. ഉഴപ്പരുത്, അലക്ഷ്യമായിട്ടിരിക്കരുത്, ഉദാസീനതയോടെ ചിന്തിക്കരുത്. ഇന്ന് രാത്രി ആമേ സന്തോഷത്തോടെ ഏറ്റെടുക്കുക. യേശു നിന്നെ രക്ഷിക്കും. നമ്മൾ എടുത്ത വാക്യത്തോട് കൂടുപുലർത്തി ചില കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ അങ്ങ് നിർത്താം. ദൈവത്തിന് മഹത്വം. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വടിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. ഇന്ന് രാത്രി വടിയിൽ നശിച്ചു പോകരുത്. നമ്മളെ നശിപ്പിക്കുവാൻ ഈ വടിയിൽ ധാരാളം ശക്തികളുണ്ട്. ശ്രദ്ധിക്കുക, ഈ ക്രിസ്തീയ ജീവിതം ഒരു വഴിയാത്രയോട് തുലനപ്പെടുത്താം. നമ്മളെല്ലാം യാത്രക്കാരാ. ഞാനും നിങ്ങളുമെല്ലാം യാത്രക്കാരാ. ഈ മനുഷ്യജീവിതം തന്നെ യാത്രയാണല്ലോ. മനുഷ്യജീവിതം തന്നെ യാത്രയാ. പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരു ഭാഗമുണ്ട്, അധ്യാത്മരാമായണത്തിലെ ഭാഗമാണ്. രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ വരികളാണ്. ആ വരി ഇങ്ങനെ സ്കൂളിൽ പിള്ളേർക്ക് പഠിക്കാനുമുണ്ട്. ഇങ്ങനെ പാന്തർ പരിപടി അമ്പലം തന്നിലേ ദാന്തരായി കൂടി വരും വിയോഗം പോലെ നദിയാ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരാധ്രുവം സ്വപ്ന സമാനം കളത്രം സുഖം ഋണാൽപവായുസും. അപ്പോൾ പാന്തർ പെരുവഴി അമ്പലം തന്നിലെ, പാന്തർ യാത്രക്കാര്, വഴിയാത്രക്കാരാ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ ഏതാന്തരായി കൂടി വരും വിയോഗം പോലെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലല്ല. പണ്ട് കാലത്ത് വാഹനമൊന്നുമില്ല, വിശേഷിച്ച് മോട്ടോർ വാഹനങ്ങളൊന്നുമില്ല. നടന്നാ പോകുന്നത് മിക്കവരും. ചിലർക്ക് പല്ലക്കോ കുതിരവണ്ടിയോ ഒക്കെ കാണും, അതും വിരളമാണ് ധനാഢ്യന്മാർക്ക്. അല്ലാത്തവരെല്ലാം നടന്നു പോവുക. അപ്പം നടന്നു പോകുമ്പോൾ, നടന്ന് ക്ഷീണിച്ച് കഴിയുമ്പോൾ രാത്രി വിശ്രമിക്കുന്നൊരു സ്ഥലമുണ്ട്, വഴിയമ്പലം. അപ്പോൾ മനുഷ്യജീവിതം വഴിയമ്പലത്തിൽ വരുന്ന ആൾക്കാർക്ക് തുല്യമായിട്ടാണ് എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത്. പാന്തർ യാത്രക്കാർ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ, പെരുവഴിയില വഴിയമ്പലം. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ ഏതാന്തരായി കൂടി വരും വിയോഗം പോലെ. പല സ്ഥലത്ത് നിന്ന് പല ഉദ്ദേശത്തിന് പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു വന്നിരുന്നവര് വഴിയമ്പലത്തിൽ ഒന്നിച്ച് തങ്ങും. രാവിലെ അവനവൻ്റെ കാര്യങ്ങൾക്ക് പലയിടങ്ങളിൽ പോകും. ഇതുപോലെ മനുഷ്യജീവിതം എന്ന അതങ്ങനെ നിൽക്കട്ടെ. എന്നാൽ ഒരു കാര്യം പറയാം, നമ്മളെല്ലാം യാത്രക്കാര, വഴിയാത്രക്കാര. ആത്മീക ലോകത്തെ പാട്ടുകാർ പലരും പാടി നമ്മളെ ഓർപ്പിച്ചുണർത്തുന്നത് നമ്മൾ യാത്രക്കാരാണ്. ആരെഴുതിയതാണ് ഞാനത് എനിക്ക് ഒന്നുകൂടെ അറിയാവുന്നവർ പറഞ്ഞു തരണം. നല്ല പാട്ടാണ്. ജീവിത യാത്രക്കാരാ കാലടികൾ എങ്ങോട്ട്. ആരാ എഴുതിയതെന്ന് എനിക്ക് വലിയ തിട്ടമില്ല. ചില പാട്ടുകളൊക്കെ തിട്ടമുണ്ട്, പക്ഷേ ഇതാരാണ് നിങ്ങൾക്ക് വല്ലവർക്കും അറിയാതെ ആരാ എഴുതിയെന്ന്? നിങ്ങളല്ലല്ലോ. അപ്പോൾ നല്ല പാട്ടാ. ജീവിത യാത്രക്കാരാ കാലടികൾ എങ്ങോട്ട്. നമ്മൾ യാത്രക്കാരാ, ജീവിത യാത്രക്കാർ. മധുരഗായനായിരുന്നല്ലോ ചെറിയാച്ചൻ, എം വി ചെറിയാച്ചൻ്റെ പാട്ടുകളൊക്കെ എല്ലാവർക്കും പാടാൻ പറ്റുന്ന വിധത്തിലാണ് ക്രമപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നല്ല പാട്ടുകളുമാണ്. എന്നാൽ സൈമൺ സാറിൻ്റെയും വിദ്വാൻകുട്ടിച്ചൻ്റെയും പാട്ട് എല്ലാവർക്കും ഒന്നും എന്നോടൊരു തള്ള പറഞ്ഞു നോക്കിയിട്ട് ഒക്കുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു നോക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തിനാ വെറുതെ കണ്ണിൻ്റെ അത്രയും സ്ട്രെയിൻ ചെയ്യുന്നത്, നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എം വി ചെറിയാച്ചൻ്റെ പാട്ട് കുറച്ചുകൂടെ ലളിതമാണ്, എല്ലാവർക്കും പാടാം. അപ്പം മധുരഗായകനകന്ന് ചെറിയാച്ചൻ പാടിയ വരി നിങ്ങൾക്കെല്ലാം അറിയാൻ, ചേർന്ന് പാടണം. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലയല്ല വിശ്വാസത്താലയാ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലയല്ല വിശ്വാസത്താലയാ. താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു. കുരിശിന്റെ
പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശു ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. അപ്പൊ ശ്രദ്ധിക്കുക, ചെറിയാച്ചായന്റെ അനുഭവത്തിൽ വചനത്തിന്റെ വെളിച്ചത്തിൽ പറയാ, നമ്മളെല്ലാം യാത്രക്കാരാ. കർത്താവിൽ മൺമറഞ്ഞ കർത്തൃദാസി അന്നമ്മ മാമൻ, കുമ്പനാട് കുടുംബത്തിലെ അന്നമ്മ മാമൻ 100 കൊല്ലം മുമ്പ് ഈ മാർഗത്തിൽ വന്നു. യൗവനക്കാരിയ, വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി. വലിയ പ്രതികൂലമൊക്കെ ആയിരുന്നു ആ സമയത്ത്. അന്നത്തെ കാലമാണെന്ന് ഓർക്കണം. അധ്യാപികയാണ്. വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി, വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. അന്ന് അധികം ബന്ധുക്കോസുകാരും ആൾക്കാരും ഇല്ലാത്തതുകൊണ്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാമല്ലോ. 1-2 ദിവസമൊക്കെ കപ്പക്കാലായി താമസിച്ചെന്ന കപ്പയിട്ടിരിക്കുക. ഇഷ്ടംപോലെ പറമ്പും പുരവിടെ ഉണ്ട്. പെരയ്ക്കകത്ത് അപ്പം കയറ്റുകയല്ല, ബന്ധുക്കോസിൽ പോയതുകൊണ്ട് തുള്ളാൻ നടക്കുകയെന്നും പറഞ്ഞു. അപ്പോൾ അന്നമ്മ കപ്പക്കാലായി പോയിരിക്കുക. അന്നമ്മയുടെ അമ്മയ്ക്ക് കാരണമുണ്ട്, പെരയ്ക്കകത്ത് കയറ്റിയാൽ അപ്പൻ കൊല്ലും. അതുകൊണ്ട് അന്നമ്മയും അമ്മയും കൊണ്ടൊരു ധാരണയാണ്. അന്നമ്മ കപ്പയുടെ ഇടയിൽ പോയിരിക്കുക, രാത്രി അവിടെ കിടക്കുക കപ്പക്കാലായിൽ, അവരുടെ പുരകിടമൊക്കെ തന്നെ. അപ്പം അമ്മയ്ക്ക് കരുണയുള്ളതുകൊണ്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തഞ്ചുമ്പം അമ്മ പറഞ്ഞിട്ടുണ്ട്, നീ ഇരിക്കുന്ന കപ്പയുടെ മൂടെ പിടിച്ചൊന്ന് അനക്കണം. അന്നേരം മേളിൽ ഇല അനങ്ങും. അപ്പോൾ എനിക്ക് മനസ്സിലാകും ഇന്ന കപ്പയുടെ മൂട്ടിൽ അന്നമ്മ ഇരിപ്പുണ്ടെന്ന്. അപ്പം അങ്ങനെ കപ്പയുടെ മൂട് പിടിച്ച് അനക്കും. അപ്പം മേളിൽ അലങ്ങും. അപ്പം അമ്മ അവിടെ കൊണ്ട് ഭക്ഷണം കൊടുക്കും. കഴിച്ചേച്ച് അവിടെ കിടക്കും 1-2 ദിവസങ്ങൾ. പിന്നീട് വലിയ പ്രശ്നമായി. ഒരു പാണ്ടക്കെട്ടും വേദപുസ്തകമായിട്ട് അന്നമ്മ എന്ന് പറയുന്ന ആ യൗവനക്കാരി അധ്യാപിക കുമ്പനാട് കുടുംബത്തിൽ നിന്ന് ഏകയായിട്ട് ഈ മാർഗത്തിന് വേണ്ടി ഇറങ്ങി. ഒരു സന്ധ്യാസമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നെന്ന്. പോയ പോക്കിന് ഹൃദയത്തിൽ ദൈവം കൊടുത്ത പാട്ടിൻ്റെ വരികളാ, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ഇപ്പോഴും ആ പാട്ട് പാടുമ്പോൾ ചൈതന്യമാണ്. കാരണം അതുപോലെ അനുഭവത്തിൽ എഴുതിയ പാട്ടാണ്. അങ്ങനെ അനുഭവത്തിൽ എഴുതിയ പാട്ടുകൾ കാണുമ്പോൾ ഇപ്പോഴും ചൈതന്യമാണ്. അല്ലാത്ത പാട്ട് 1-2 ആഴ്ച പാടി എല്ലാവരുടെ തുള്ളി, പിന്നെ പാടാനും വലിയ താല്പര്യമില്ല. പാടുന്നവരോട് നമുക്കങ്ങനെ താല്പര്യമില്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് വന്നിരിക്കുന്നത് ദൈവത്തിന്. എന്നാൽ പഴയ ഭക്തന്മാരാകുന്ന പ്രിയപ്പെട്ടവരെ അനുഭവത്തിൻ്റെ തീച്ചൂളയിൽ കൂടെ പോയ പാട്ട് ഇപ്പം പാടിയാലും കത്തലുണ്ടാകും. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ ആ കർത്തൃദാസി എഴുതിയിരിക്കുക, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും വരെ, അന്ത്യം വരെ. അപ്പോൾ ഇവരെല്ലാം പാടി ഓർപ്പിക്കുന്നത് നമ്മൾ യാത്രക്കാരാണ്. അപ്പോൾ ഈ വഴിയാത്രയിൽ നമ്മെ നശിപ്പിച്ച് കളയുവാൻ നിരവധി ദുഷ്ടശക്തികളുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം. അത് പിതാക്കന്മാരാകുന്ന ഇസ്രായേൽ മക്കൾ മുഴുവൻ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത അനന്തരമാണ് വാഗ്ദത്ത കനാനിൽ ചിലർ പ്രവേശിച്ചത്. അപ്പോൾ വാഗ്ദത്ത കനാനിൽ ചെല്ലുന്നത് വരെ മിസ്രയീം മുതൽ ഇവർ വഴിയാത്രക്കാരാണ്. പുതിയ നിയമ ഇസ്രായേലാകുന്ന ഞാനും നിങ്ങളും സ്വർഗീയ കനാന് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. നമ്മുടെ ഈ യാത്രയിൽ നമ്മെ നശിപ്പിച്ച് കളയുവാൻ, തകർത്ത് കളയുവാൻ ദുഷ്ടശക്തികളുണ്ട്. അതുകൊണ്ട് ദാവീദ് പറയുക, വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. ഈ വഴിയാത്രയിൽ നമ്മെ നശിപ്പിക്കുവാൻ അനവധി ശക്തികളുണ്ട്. വേദപുസ്തകം പഠിക്കുന്നവരുടെ അറിവിന് 1-2 കാര്യങ്ങളൊന്ന് പറയാം. കർത്താവിൻ്റെ മഹത്വം, വഴിയിൽ നമ്മെ നശിപ്പിച്ച് കളയുവാൻ നോക്കുന്ന ശക്തി. എന്നാൽ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നീ കൃപയിൽ നിന്നാൽ, വചനത്തിൽ നിന്നാൽ, യേശുവിൽ ചാരിയാൽ, ദൈവത്തെ ഭജിച്ചാൽ, ദൈവത്തെ ആരാധിച്ചാൽ, നീ പോകേണ്ട വഴിക്ക് മുമ്പായിട്ട് ദൈവം ദൂതനെ അയക്കും. അങ്ങനെയാണല്ലോ 23:20 എഴുതിയേക്കുന്ന പുറപ്പാട്. ഒന്ന് വായിച്ചു. 23:20 ആ പുറപ്പാട് പുസ്തകം 23:20 അറിവുള്ള വാക്യമാണ്. കണ്ണിക്ക് തുടങ്ങുന്നിടത്തുണ്ട് അവിടെ. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും, ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും, ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിലായി, ഒരു ദൂതനെ നിന്റെ മുമ്പിലായിരിക്കും. കണ്ടോ, നീ ദൈവകൃപയിൽ നിന്നാൽ, വചനത്തിൽ രസിച്ചാൽ, യേശുവിൽ ചാരിയാൽ, വചനത്തിന്റെ പ്രമാണത്തിൽ നിന്നാൽ, നീ പോകേണ്ടുന്ന വഴിക്ക് മുമ്പ് ദൈവം ദൂതനെ അയക്കും. നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നാൽ ഈ വഴിയാത്രയ്ക്ക് നമ്മെ നശിപ്പിക്കുവാൻ നോക്കുന്ന ശക്തികളുണ്ട്. ശ്രദ്ധിക്കുക, ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള പ്രയാണ വേളയിൽ ഇവരെ നശിപ്പിക്കുവാൻ, വഴിയിൽ നശിപ്പിക്കുവാൻ വന്ന ശക്തികൾ നിരവധിയാണ്. ഞാൻ എപ്പോഴും പറയാനുണ്ട്, ഒരു ശക്തി ഒന്ന് വായിച്ചു. വഴിയിൽ വെച്ച് നശിപ്പിക്കാൻ വന്ന ദുഷ്ടശക്തി. ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നമുക്ക് അറിവുള്ള വാക്യമാണ്. ആവർത്തനം 25:17. ദൈവത്തിന്റെ മഹത്വം വായിച്ചേ.
നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു നിങ്ങൾ വരുമ്പോൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത് അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനരെയൊക്കെയും സംഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക. നീ മറക്കരുത്, ഓർക്കണം. ഇസ്രായേലിനോട് പറയുക, നിങ്ങളെല്ലാം യാത്രക്കാരാകുന്ന നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകരുത്. ഈ വഴിയിൽ നശിപ്പിക്കുവാൻ ദുഷ്ടശക്തികളുണ്ട്. ഇവിടെ ആവർത്തന പുസ്തകം 25:17 മുതൽ പറയുക, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്. അപ്പോൾ ഇവരുടെ വഴിയാത്രയിൽ വന്ന ഒരു ദുഷ്ടശക്തിയാണ് അമാലേക്ക്. ഇസ്രായേൽ ആരാണ്? വേദപുസ്തകം നിഴലും പൊരുളും ഒക്കെ പ്രതിരൂപ സ്വരൂപങ്ങൾ അങ്ങനെ പഠിക്കുമ്പോൾ ഒറ്റവാക്കി പറയാം, ഇവർ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് എന്ന് പറഞ്ഞാൽ കുഞ്ഞാടനെ അടുത്ത് ചോരത്തളി ആചരിച്ചവരാ. ആബീമ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് ഒരു കുഞ്ഞാടറക്കപ്പെട്ടു. 1 വയസ്സ് പ്രായമുള്ളതും ഊനമില്ലാത്തതും ആണുമായ ഒരു ആട്ടിൻകുട്ടി അറത്തു. ഈ ആട്ടിൻകുട്ടി മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. യോഹന്നാൻ സ്നാപകൻ വിളിച്ച് ഉച്ചസ്ഥരം സങ്കോചം കൂടാതെ പറഞ്ഞു, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടാ യേശു. യേശു കുഞ്ഞുവിനെ കുഞ്ഞാടെന്നും അറക്കപ്പെട്ട കുഞ്ഞാടെന്നും ദൈവകുഞ്ഞാടെന്നും കുരളറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നൊക്കെ അലങ്കാര ഭാഷയിൽ പുസ്തകത്തിൽ പല സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിലും ഇസ്രായേൽ ദേശത്തെ ആബീം മാസം 14-ാം തീയതി അറക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിന് നടലാണ് എന്ന് പറഞ്ഞാൽ, ആ കുഞ്ഞാടനെ അറത്ത് ചോരത്തളി ആചരിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ. എല്ലായിടത്തും എല്ലാവരും രക്ഷിക്കപ്പെടണം. എല്ലാവരും മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. പള്ളി പണിത് കൊടുത്താൽ നീ രക്ഷിക്കപ്പെടുകയല്ല. പെന്തിക്കോസ് ഹോള് പണിത് കൊടുത്താൽ രക്ഷിക്കപ്പെടുകയല്ല. പാൻ മേടിച്ചിട്ടത് കൊണ്ട് രക്ഷിക്കപ്പെടുകയല്ല. കസേര കൊടുത്താൽ രക്ഷിക്കപ്പെടുകയല്ല. ഉപദേശിമാർക്ക് ചാപ്പാട് കൊടുത്താൽ രക്ഷിക്കപ്പെടുകയല്ല. സ്വോത്രകാഴ്ച കിട്ടത് കൊണ്ടോ എണ്ണി തിട്ടപ്പെടുത്തിയത് കൊണ്ടൊന്നും രക്ഷിക്കപ്പെടുകയല്ല. ദൈവദാസന്മാരെയും ദൈവമക്കളെ ഭക്ഷണം കൊടുത്ത് നല്ലതാ, പക്ഷേ രക്ഷിക്കപ്പെടുകയല്ല. ഞാൻ തോമാസ് ലീഗായുടെ കുടുംബത്തിൽപ്പെട്ടതാ, നീ സ്വർഗത്തിൽ പോകുകയല്ല. തോമാസ് ലീഗ പോകുക എന്നുള്ളത് തന്നെ നമ്മളെങ്ങനെ അറിഞ്ഞു? സ്തോത്രം. ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയല്ലേ, നമ്മുടെ കയ്യിലല്ലല്ലോ ജീവന്റെ പുസ്തകം. അങ്ങനെ തന്നെ പെട്ടെന്ന് നോക്കിയാൽ പറഞ്ഞാൽ ആ കുഞ്ഞുഞ്ഞുൻ്റെ പേരുണ്ട് കേട്ടോ. നമ്മുടെ തരാഞ്ഞ് നന്നായി തന്ന അമ്മക്ക് ഇഷ്ടമില്ലാത്തവനെ ഒന്നും നമ്മൾ എഴുതത്തില്ല. ഞാൻ ആദ്യം എഴുതുക എൻ്റെ ഭാര്യയുടെയും കൊച്ചിൻ്റെയും, പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യമുള്ളവർ എഴുതും. ബാക്കി വെറുതെ പേജ് കിടന്നാലും എഴുതുകയല്ല. ബാക്കി പേജ് വലിച്ചു കീറിയ ചൂരോട്ട് കളയും. കിടക്കുമ്പോഴല്ലേ പിന്നെ എഴുതാൻ തോന്നുന്നേ. അതാണ് നമ്മുടെ ഈ തരാത്തത്. ഇത് അവിടുത്തെ കയ്യിലിരിക്കുക. ദൈവത്തിൻ്റെ മഹത്വം. അതുകൊണ്ട് നീ തോമാസ് ലീഗയുടെ കുടുംബത്തിൽപ്പെട്ടത് കൊണ്ട് ആയതുകൊണ്ടൊന്നും രക്ഷിക്കപ്പെടുകയല്ല, സ്വർഗത്തിൽ പോകുകയല്ല. സ്തോത്രം. ഞാൻ ശങ്കരപുരിയിലെയാ, പകലോമറ്റത്തെയാ, കാളികാവിലെയാ, നല്ല കാര്യം. പക്ഷേ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. സ്തോത്രം. ഞാൻ തരകം പറമ്പിലെയാ, നല്ല പറമ്പാ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്വർഗത്തിൽ പോണേ രക്ഷിക്കും. നീ പള്ളിക്കുന്നതിലെ ആണെങ്കിലും പള്ളി താഴേലെ ആണെങ്കിലും രക്ഷിക്കപ്പെടണം സ്വർഗത്തിൽ പോണേ. കുരിശുമൂട്ടിലെ ആണെങ്കിലും കുരിശും ചോട്ടിലെ ആണെങ്കിലും സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. സ്തോത്രം. ഞങ്ങൾ പണിക്കര് ഫാമിലിയാ, കുണ്ടറയിലുണ്ടല്ലോ പണിക്കര്, നല്ല കാര്യം. പക്ഷേ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ഞങ്ങൾ തേവലക്കര വൈദ്യൻ ഫാമിലിയാ, അഭിനന്ദിക്കുന്നു. പക്ഷേ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. സ്തോത്രം. കുടുംബസേട്ടത കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. വിദ്യാ നിപുണത കൊണ്ട് അതൊക്കെ നല്ല കാര്യമാണ്. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സ്തോത്രം. പള്ളിയുടെ അടുത്താണ് ഞങ്ങൾ, പള്ളിപ്പറമ്പിലാണ് ഞങ്ങളുടെ വീട്. പള്ളിയുടെ പറമ്പ് ഞങ്ങളുടെ പറമ്പ് ഒന്നാണ്, ഞങ്ങളുടെ വല്യപ്പൻ കൊടുത്തതാ, നല്ല കാര്യം. പക്ഷെ സ്വർഗത്തിൽ പോണേ നീ രക്ഷിക്കപ്പെടണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. എൻ്റെ അപ്പൻ പാസ്റ്ററാ, വല്യപ്പൻ സെൻട്രൽ പാസ്റ്ററാ, ഞങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്ത്, അതൊക്കെ നല്ല കാര്യം. സ്വർഗത്തിൽ പോണേ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. മറ്റൊരുത്തലിനും രക്ഷയില്ല. അപ്പൊ ഈ കുഞ്ഞേടിനെ അടുത്ത് ചോരത്തളി ആചരിച്ചത് രക്ഷാനിർണയം പ്രാപിച്ചതിന് തെളിവാ. അപ്പൊ രക്ഷിക്കപ്പെട്ടു. 2, ഇവര് ചെങ്കടൽ കടന്നവരാ. രക്ഷിക്കപ്പെട്ടവർ അവിടെ തന്നെ നിന്നില്ല, മിസ്രയീം വിട്ടവര് പുറപ്പെട്ടു, ചെങ്കടൽ കടന്നു. അത് സ്നാനത്തിന് മുൻകുറി. സ്തോത്രം. എല്ലാവരും സ്നാനപ്പെട്ടു, എല്ലാവരും സ്നാനപ്പെടണം. ദൈവത്തിന് മഹത്വം. അവര് ചെങ്കടൽ കിടന്ന് മറുകര കയറി. കൊരിന്ത്യലേഖനോ റോമാലേഖനോ പത്രോസിന്റെ ലേഖനമൊക്കെ ചേർത്ത് പിടിച്ചാൽ ഇത് സ്നാനത്തിനൊരു മുൻകുറിയാ. എങ്ങനെ സ്നാനപ്പെടണം? അത് വെള്ളത്തിലിറങ്ങണം. എങ്ങനെ? സ്നാപകനും സ്നാനാർത്ഥിയും വെള്ളത്തിലിറങ്ങണം. അല്ലാതെ സ്നാപകൻ കരയ്ക്കുന്ന തവിക്ക് കോരി ഒഴുകിയല്ല. നീ വെള്ളത്തിലോട്ട് ഇറങ്ങിയോ കുഞ്ഞുഞ്ഞമ്മ, ഞാൻ ഇച്ചിരി എനിക്ക് തണുപ്പ് പിടിക്കാൻ മേല.
തണുപ്പ് പിടിക്കാൻ ആവതുള്ളവരുണ്ടല്ലോ, ചെല്ല അങ്ങനെ ഉണ്ട്. ഇവരിട്ട് ചെയ്യുകയില്ല, ജയിക്കുന്നവനെ കൊണ്ട് അങ്ങനെയുള്ള സൂക്കേടുള്ള ആൾക്കാരുമുണ്ട്. ദൈവത്തിന് മഹത്വം. എന്തായാലും കൊള്ളാം, രണ്ടുപേരും വെള്ളത്തിലിറങ്ങണം. സ്നാപകനും സ്നാനാർത്ഥി മുങ്ങണം. എങ്ങനെ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ, യേശുനാമത്തിൽ മുങ്ങരുതെന്നായി പറഞ്ഞത്. അങ്ങനെ മുങ്ങുന്നവരും മുക്കുന്നവരുമുണ്ട്. അങ്ങനല്ല, യേശുവിനേക്കാളും വലിയ ക്ലാസ് ഒന്നും ആരും എടുക്കണ്ട. യേശു ഡയറക്റ്റ് പറഞ്ഞത് ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ, അതാ ശരിയായ സ്നാനം. അങ്ങനെ തന്നെ മുങ്ങണം, വെള്ളത്തിൽ മുങ്ങുകയും ചെയ്യണം. ഇത് അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാണ്. സ്നാനമോ ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാം, യേശുവിനോട് ചേരുവാനാ, യേശുവിനെ ധരിക്കുവാനാ. മാത്രമല്ല ഇതെന്റെ തത്വം, അതാ ദൈവത്തിന്റെ മഹത്വം. അങ്ങനെ സ്നാനപ്പെടണം. അവർ രക്ഷിക്കപ്പെട്ടു, എല്ലാവരും സ്നാനപ്പെട്ട് മറുകര കയറി. അങ്ങനെ മറുകര കയറി ചെന്നപ്പോൾ വന്ന ശക്തി അമാലേക്കിന്റെ ശക്തി. അങ്ങനെയാണ് ദൈവമക്കളോടൊരു കാര്യം പറയാം, സ്നാനപ്പെട്ട് കഴിയുമ്പോൾ പ്രശ്നം തീരുകയല്ല, പ്രശ്നം തുടങ്ങുക. നമ്മൾ ചില സഹോദരിമാർ സുവിശേഷമൊക്കെ പറയാൻ നേരത്തെ ഇങ്ങനെ പറയും, അമ്മാമ അങ്ങ് മുങ്ങിയാ മതി എല്ലാ പ്രശ്നവും. പിന്നെ ഈ പറഞ്ഞ സഹോദരിയുടെ പ്രശ്നം തീർന്നില്ലല്ലോ. പറഞ്ഞ സഹോദരിയെ നമ്മൾ വിളിച്ചൊന്ന്, ഒരു പ്രവാചകൻ വരട്ടെ, അന്നേരം ഈ പറഞ്ഞ സഹോദരൻ പാസ്റ്റർ ചില വിഷയങ്ങളുണ്ട്, അവിടെ ചെന്ന് പറഞ്ഞ എന്നാ അമ്മാമ്മ മുങ്ങുമ്പം എല്ലാം തീരും. എന്നിട്ട് ഇവിടെ വന്ന് പ്രവാചകന്റെ മുന്നിൽ വന്ന് പറഞ്ഞ ചില വിഷയങ്ങളുണ്ട്. അപ്പൊ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നം തീരുകയല്ല, വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പറയാ, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നം തുടങ്ങുക. കാരണം സ്നാനപ്പെടുമ്പോഴാണ് യേശുവിനോട് ചേരുന്നത്, യേശുവിനെ ധരിക്കുന്നത്. നീ പൂർണ്ണമായിട്ട് വേർപെടുക, അതോടുകൂടി പ്രശ്നം തുടങ്ങുക. അതുകൊണ്ട് അങ്ങനെയുള്ള വിഡിത്തം ഒന്നും വിളിച്ച് പറയരുത്. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇവർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട് മറുകര കയറി മുൻപോട്ട് യാത്ര ചെയ്തപ്പോൾ, വഴിയാത്രയാ, വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. ആ വഴിയാത്രയിൽ വന്ന ഒന്നാമത്തെ ശക്തിയാണ് അമാലേക്കിന്റെ ശക്തി. ഇനി ഒന്നുകൂടെ വായിച്ചോ, 25:17 ആവർത്തനം മുമ്പേ വായിച്ച വാക്യം. ചിലര് വാച്ചയിലൊക്കെ നോക്കുന്നത് ഞാൻ കണ്ടു. വായിച്ചു. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലിക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്നു. ഞാൻ വിസ്തരിച്ചു പോകുന്നില്ല, നിങ്ങൾ വചനത്തിൽ തിട്ടമുള്ളവരാ. അപ്പോൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. ഈ വഴിയിൽ നമ്മെ നശിപ്പിക്കുന്ന ശക്തികൾ, അതിലൊരു ശക്തിയാണ് ആർക്കെതിരെയാ വന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കനാനിലേക്ക് പോകുന്നവർക്കെതിരെയാ വഴിയിൽ വന്നത്. ആ വഴിയിൽ വെച്ച് വന്ന ശക്തിയാ അമാലേക്ക്. ആരായി അമാലേക്ക്? അമാലേക്ക് എന്ന് പറഞ്ഞാൽ ഏശാവിന്റെ കൊച്ചുമകനാ. വായിച്ചോ, ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ഉൽപ്പത്തി 36:12. ആരാണ് ഈ അമാലേക്ക്? ഉൽപ്പത്തി പുസ്തകം 36:12. തിമ്ന എന്നവൾ ഏശാവിന്റെ മകനാകുന്ന എലീപ്പാസിന്റെ വെപ്പാട്ടിയായിരുന്ന അവൾ എലീപ്പാസിന് അമാലേക്കിനെ പ്രസവിച്ചെന്ന. ഒന്നുകൂടെ വായിച്ചോ, ഞാൻ വെള്ളം കുടിക്കാം. തിമ്ന എന്നവൾ ഏശാവിന്റെ മകനായ എലിഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലിഫാസിനെ അമാലേക്കിനെ പ്രസവിച്ചു. അപ്പൊ ശ്രദ്ധിച്ചേ, തിമ്ന എന്നവൾ ഏശാവിന്റെ മകനാകുന്ന എലീപ്പാസിന്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീപ്പാസിനെ അമാലേക്കിനെ പ്രസവിച്ചെന്ന. ആരാണ് ഈ അമാലേക്ക് എന്ന് ചോദിച്ചാൽ ഏശാവിന്റെ കൊച്ചുമകനാ. ഏശാവിന്റെ മകനാകുന്ന എലീഫസിന് തന്റെ വെപ്പാട്ടിയാകുന്ന തിമ്നയിൽ നിന്ന് ജനിച്ച സന്തതി അമാലേക്ക്. അധികം വ്യാഖ്യാനിക്കുന്നില്ല. അമാലേക്ക് എന്ന് പറഞ്ഞാൽ വാഗ്ദത്തപ്രകാരം ജനിച്ചതല്ല, ജഡപ്രകാരം ജനിച്ചതാണ്. അപ്പോൾ അമാലേക്ക് എന്ന് പറഞ്ഞാൽ വാഗ്ദത്തമല്ല, ജഡമാണ്. അപ്പോൾ അമാലേക്കിന്റെ ശക്തി ഏതാ? വഴിയിൽ വരുന്ന ശക്തി ഇത് ജഡത്തിന്റെ ശക്തിയാണ്. അങ്ങനെയെങ്കിൽ ഈ വഴിയാത്രയിൽ നമ്മെ നശിപ്പിക്കുവാൻ വരുന്ന പ്രധാനപ്പെട്ട ശക്തി ജഡത്തിന്റെ ശക്തിയാണ്. ആ ശക്തിയുടെ പിടിയിൽ അമർന്ന് നശിച്ചു പോകാതിരിക്കാൻ നീ പുത്രനെ ചുംബിക്കണം, യേശുവിനെ ചുംബിക്കണം. എന്ന് പറഞ്ഞാൽ സ്വയശക്തി കൊണ്ടോ കായബലം കൊണ്ടോ പൊളിറ്റിക്കൽ ബലം കൊണ്ടോ സാമുദായിക ബലം കൊണ്ടോ നിനക്ക് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം, പുത്രനാകുന്ന യേശുവിന്റെ പാദം മറിയ വീട്ടിൽ വന്നപ്പം മുതൽ ഇടപെടാറ് ചുംബിച്ചതുപോലെ നീ ചുംബിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ജഡത്തെ കാണിക്കുക. അതുകൊണ്ടാണ് ഈ വാഗ്ദത്ത സന്തതിയും ജഡീക സന്തതിയും കൂടെ ഒന്നിച്ച് പാർത്താൻ പ്രശ്നമാണ്. വീട്ടിലാന്നേലും സഭയിലാന്നേലും സെക്ഷനിലാന്നേലും ഒക്കെ ഇത് പ്രശ്നമാണ്. അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ.
വാഗ്ദത്ത സന്തതി, ജഡീക സന്തതി. ഗുണപ്പെട്ടവനും ഗുണപ്പെടാത്തവനും വീട്ടിലുണ്ടെങ്കിലും പ്രശ്നമാണ്, സഭയിലുണ്ടെങ്കിലും പ്രശ്നമാണ്, സെക്ഷനിലാണെങ്കിലും പ്രശ്നമാണ്, കൗൺസിലുണ്ടെങ്കിലും പ്രശ്നമാണ്, എന്നും പ്രശ്നമാണ്. അതുകൊണ്ട് ആവർത്തന പുസ്തകത്തിലൊരു പ്രയോഗമുണ്ട്, കാളയെയും കഴുതയെയും ഒന്നിച്ച് പൂട്ടി ഊടരുത്. കണ്ടം ഉഴുതുമ്പോളേ കാളയെയും കഴുതയെയും ഒന്നിച്ച് പൂട്ടി മുഖത്തിൻ്റെ ഒരു വശത്തെ കാള, ഇപ്പറ കഴുത കൊണ്ട് ഉപദേശിച്ച് അങ്ങനെ രണ്ടിനെയും കൊണ്ട് വെച്ചോണ്ട് ഊടരുതെന്ന. കാരണം എന്താ വെച്ചാൽ രണ്ടും രണ്ട് ടൈപ്പാണ്. കാള പുസ്തകത്തിൻ്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത്, കാള യാഗമൃഗമാണ്, കഴുത ശാപമൃഗമാണ്. കഴുത യാഗത്തിന് കൊള്ളുകയില്ല. അവനെ 12 മിനിറ്റ് സഭായത്തിന് 11 ബൈബിളിൻ്റെ സിബിടും. കഴുതയാണ് 12 നമ്മൾ നിർത്തുന്നത്, അവൻ 11 ആകുമ്പോഴേ ഇല്ലേ, പിന്നെ ക്ലോക്കേ നോക്കും. എന്നിട്ട് അടുത്തിരിക്കുന്ന ഓടുന്നില്ലേ എന്ന്. ഇവൻ കഴുതയാ. ഇവൻ വന്നത് 10:30, 11 ആയപ്പോഴേ ചോദിക്കുക ഓടുന്നില്ലേ എന്ന്. കാളയെയും കഴുതയെയും ഒന്നിച്ച് പൂട്ടി ഊടരുത്. നമ്മൾ പാട്ടുമൊക്കെ പള്ളി, നിങ്ങൾ ശ്രദ്ധിച്ച് ചർച്ചിലിരുന്ന് പാടുമ്പോഴും സ്തോത്രം സ്തോത്രം പിന്നെ ശ്രദ്ധയില്ലല്ലോ, ഏകാഗ്രതയില്ലല്ലോ. സ്തോത്രം റോഡിൻ്റെ സൈഡിലാ ഹോളെങ്കിൽ വഴിയെ പോകുന്ന വണ്ടി നോക്കിക്കൊണ്ടാണ് പാടുന്നത്. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, വണ്ടി ഓടിപ്പോവുക, അകത്തിരുന്ന് പാടുക. ഞങ്ങളുടെ ഒരു അമ്മയുണ്ടായിരുന്നു, മഞ്ചാടിക്കരിയില്ല, വീടിനോട് ചേർന്ന സഭാഗോള്. തള്ള സഭായത്തിന് വന്ന് ഏറ്റവും പുറകിൽ, സ്ത്രീകളിരിക്കുന്നതിൻ്റെ ഏറ്റവും പുറകിലിരുന്നു. പാസ്റ്റർ ഭയങ്കര പ്രസംഗവും ആരാധനയും, അമ്മ ഇടയ്ക്കിടയ്ക്ക് തുള്ളുന്നുമുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ അമ്മയുടെ വീട്ടിൽ വന്ന് ആരാണ്ട് വിളിച്ചു, ഏലിയാമ്മ വന്ന് എന്തോ വരുന്നെന്ന് ഇവിടെ ഇരുന്നോണ്ട്. ഇവിടെ ആരാധന നടക്കുക, അവർ ആ സഭാഗോളിൻ്റെ പുറകിൽ ഇരുന്നോട്ട് പറയാം എന്തോ ഞാൻ പെട്ടെന്ന് വരുന്നെന്ന്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നെങ്കിലും ശ്രദ്ധയല്ല വീട്ടിൽ. നമ്മുടെ ആൾക്കാരും അങ്ങനെ മിക്കവരും ഇവിടെ ഇരിക്കുന്നെങ്കിലും ആത്മാവിലാകുമ്പോഴും ഇടയ്ക്ക് മൊബൈലിൽ നോക്കും കോള് വരുന്നുണ്ടോ എന്ന്. വന്ന ഉടനെ എടുത്ത് വെളിയിൽ ചാടുകല്ലേ. ഇതിനകത്തുമൊക്കെ കാണും ആൾക്കാർ. പിന്നെ ഇങ്ങനെ കൺവെൻഷൻ ആയതുകൊണ്ട് പമ്മിയിരിക്കുക, ഇരുന്നു ഏകാഗ്രത ഇല്ലല്ലോ. അപ്പൊ കാളയെയും കഴുതയെയും ഒന്നിച്ച് പൂട്ടി ഉടരുതെന്ന. രണ്ടും രണ്ട് ടൈപ്പാ. കാള യാഗമൃഗവും കഴുത ശാപമൃഗമാണ്. യാഗമൃഗത്തെയും ശാപമൃഗത്തെയും ഒന്നിച്ച് വെച്ച് ഉഴുതാൽ കണ്ടം ശരിയാകുകയില്ല. ഉഴുതുന്ന പുള്ളിയെ മിക്കവാറും കാള കുത്തി കൊല്ലാൻ അല്ലെ കഴുത ശരിയാക്കും. പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ഇതിനെ കൊണ്ടുപോയാൽ അവിടുത്തെ ഉപദേശം എന്നും ഉപവാസമായിരിക്കും, പുള്ളിക്ക് കഞ്ഞി കുടിച്ചാകുകയില്ല, എന്നും പ്രശ്നമാണ്. അപ്പൊ ഒരു കാര്യം പറയാ, ഇത് ജഡത്തെ കാണിക്കുന്നതാ, ഏതാ അമാലിക്കിന്റെ ശക്തി. അപ്പോൾ ഇനി എന്നുവരെ ഈ പോരാട്ടങ്ങൾ ഉണ്ടെന്നുള്ളതാ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 16 വായിച്ച് എന്നുവരെ കൊണ്ട്. പുറപ്പാട് 17, 16 പെട്ടെന്ന് വായിച്ചു, ആ കണ്ണിക്ക് തീരുന്നിടത്ത്. യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറയായിട്ട് യുദ്ധമുണ്ട്. ഒറ്റവാക്കി പറയാ, എന്നുവരെ ഈ ശക്തി ഉണ്ടെന്ന് ചോദിച്ചാൽ നിന്റെ മരണം വരെയും പോരാട്ടമുണ്ട്. ഒന്നെങ്കിൽ കാകളം ധ്വനിച്ച് നീ ഇവിടുന്ന് എടുക്കപ്പെടണം, അല്ലെങ്കിൽ കർത്താവിൽ നിദ്ര പ്രാപിക്കണം. അതുവരെയും ഈ ശക്തി പോരാടും. കാരണം പറയാ, ഇത് ജഡത്തെ കാണിക്കുന്നതാ. കാരണം ജഡത്തിന്റെ ശക്തി മരണം വരെയാ. ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. ഇത് ജഡമാ, മൺമയമാ, മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചതാ. പഞ്ചഭൂതവുമായിട്ട് ലയിച്ചു നിൽക്കുക. പഞ്ചേന്ദ്രിയങ്ങളായത് മുഴുവൻ. അപ്പൊ ഇത് പഞ്ചേന്ദ്രിയവും പഞ്ചഭൂതമായിട്ട് ലയിച്ചു നിൽക്കുന്നത് കൊണ്ട്, മണ്ണിൽ നിന്നെടുത്തത് കൊണ്ട് ഇതിനൊത്തിരി ആഗ്രഹങ്ങളും മോഹങ്ങളും ഇച്ഛകളും ഒക്കെ ഉണ്ടതൊന്നും തീരത്തുമില്ല. സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം, ചങ്ങലയിലും ആശച്ചങ്ങല ഭയങ്കരമെന്ന. ചങ്ങല തന്നെ ഭയങ്കരമാ, അതിലും ഭയങ്കരമാ ആശച്ചങ്ങല. ചങ്ങലകിലും ആശച്ചങ്ങല ഭയങ്കരൻ, ചങ്ങല തിളപ്പിങ്ക നിൽക്കും ഏകത്രപത്തൻ. ആശച്ചങ്ങല കൊണ്ട് ബന്ധിക്കിൽ അളർക്കൻ പോലെ ആശകൾ തോറും ഓടി നടക്കുന്നില്ല എന്നെ. അതിനാൽ ആയുസ്സിന്റെ നശ്വരതയും പാവകൃതിയും വിഷയഭോഗങ്ങളാൽ ഒരു തൃപ്തി. എത്ര കിട്ടിയിട്ടും മതി വരുന്നില്ലല്ലോ. ഞാൻ സഹിതം എത്ര കിട്ടിയിട്ടും. നിങ്ങളിപ്പോൾ അച്ചാനൊക്കെ എന്നെക്കാളും പ്രായമുണ്ട്, ശുശ്രൂഷയിലും വർഷങ്ങൾ പഴക്കമുണ്ട്. ഇന്ന് വരെ ഏതേലും വിശ്വാസികൾ പറയുന്നത് കേട്ടുണ്ടോ? ഞായറാഴ്ച സാക്ഷിക്ക് കർത്താവെ തന്ന പൈസ മതി, ഇനി ഒറ്റ രൂപ എൻ്റെ തന്നേക്കരുതെന്ന് ആരും പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. ഇപ്പോഴും പ്രാർത്ഥിക്കുക കുറച്ചുകൂടെ കിട്ടണമെന്നാണ്. കാരണം വിഷയങ്ങൾ അതുപോലെ, വിഷയഭോഗങ്ങളാൽ ഇല്ലൊരു തൃപ്തി. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ല.
പൂന്താനം പണ്ടൊരു കവിതയല്ല, പൂന്താനം എഴുതിക്കുക ജ്ഞാനപ്പാനയ്ക്കകത്താ. അർത്ഥം എത്ര വളരുകൊണ്ടാകലും തൃപ്തിയാകാ മനുഷ്യൻ ഒരു കാലം, 10 കിട്ടുകൾ 100 മതിയെന്നും ശതമാകലും സഹസ്രം മതിയെന്നും. 1000 പണം കയ്യിലുണ്ടായാലും തൃപ്തിയില്ല. എന്നിട്ട് അടുത്ത് വരിക, ആശയായുള്ള പാശമതിയെങ്കിൽ എന്ന് വേർവിടാതെ കരേറുന്നു ആശയാകുന്ന പാശത്തെ പിടിച്ച് ഞാൻ കിടന്നാടുക. നമ്മൾ പറയാ പ്രൈസ് ആൻഡ് വർഷിപ്പാന്ന്. ആശയാകുന്ന പാശത്തെ ഞാൻ കിടന്നുകൊണ്ട് വർഷിപ്പ്. എത്ര കിട്ടിയിട്ടും മതി വരുന്നില്ല. നോട്ടോ ഇരുമ്പം കാണുമ്പോൾ അറിയാം, എന്നെ പിന്നെ ഇങ്ങനെ തുറച്ച് നോക്കുമൊന്നും വേണ്ട, മതി വരുന്നില്ല. മതി വരാത്ത ഒത്തിരി ഉണ്ടെന്നാ പുസ്തകത്തിൽ വാക്യം. വന്ധ്യയുടെ ഗർഭപാത്രവും തീയും പാതാളവും ഇതൊന്നും മതി വരുന്നില്ല. കാശ് കിട്ടിയിട്ടും മതി വരുന്നില്ല. അപ്പൊ ഇത് ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. പ്രധാനമായി വീണ്ടെടുപ്പ് 4. 1 ആത്മാവിന്റെ വീണ്ടെടുപ്പ്, 2 ഈ ഭൂമിക്കൊരു വീണ്ടെടുപ്പുണ്ട്, 3 ഇസ്രായേലിന് ഒരു വീണ്ടെടുപ്പുണ്ട്, 4 ഈ ശരീരത്തിനൊരു വീണ്ടെടുപ്പുണ്ട്. ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടന്നു. എപ്പോൾ? രക്ഷിക്കപ്പെട്ടപ്പോൾ. ഒരുവൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിച്ച് ഏറ്റു പറഞ്ഞപ്പോൾ ആത്മരക്ഷ ഉറപ്പാക്കി. റോമാലേഖനം നമ്മെ പഠിപ്പിക്കുന്നത് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം. എന്നാൽ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. അതാ ഇതിന് ആഗ്രഹവും മോഹവും ഇഷ്ടമൊക്കെ. ജൗളിക്കടയുടെ മുന്നിൽ കൂടെ ചിലതിനെ കൊണ്ടുപോകാൻ ചാടി അകത്ത് കയറും. ഭാര്യയും ഭർത്താവും മുമ്പും പുറകെ നടന്ന്. ഭർത്താവ് മുമ്പേ നടന്ന കാര്യം പറഞ്ഞു, കുഞ്ഞനാമേ നമുക്ക് അവിടെ പോകണം, പിന്നെ ഉച്ച കഴിഞ്ഞ് നമുക്ക് തങ്കച്ചൻ്റെ വീട് വരെ പോകണം. നോക്കിയപ്പോൾ കുഞ്ഞനാമയില്ല. അയ്യോടി, നോക്കിയപ്പോൾ കുഞ്ഞനാമ ജൗളിക്കടയുടെ അകത്ത് കയറി നൈറ്റിയിലെല്ലാം തിരുമ്മി നിൽക്കുന്നു. കാരണം കളറുള്ള നൈറ്റിയും ചുരിദാറും കണ്ടപ്പം ഇത് വീണ്ടെടുപ്പ് നടക്കാത്തത് കൊണ്ട് ചാടി അകത്ത് കയറി. റോഡേ നടന്നു പോകുമ്പോൾ നിങ്ങൾ ചെറിയ കണ്ടിട്ടില്ലേ, റോഡിലൊക്കെ സാധനം വിട്ട് വെക്കും, ഉടനെ തന്നെ ചാടി എഴുതേന്. എത്രയാ? ഭർത്താവ് പറയും വാ അവിടെ നിൽക്കും. എത്രയാ? ഞാൻ പറഞ്ഞ 60 രൂപ. പിന്നെ 60 ഉണ്ടോ? ഇതെടുക്കണ്ട വല്ല കാര്യമുള്ളതാണോ? അത് കുഞ്ഞുഞ്ഞമ്മയുടെ കുഴപ്പമല്ല, ഇതിൻ്റെ വീണ്ടെടുപ്പ് നടക്കാത്തതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഓർത്തോണം, വീണ്ടെടുപ്പ് നടക്കാത്തതുകൊണ്ടാണ് ഇതെല്ലാം ചാടി എടുക്കുന്നത്. അങ്ങനെ ചിന്തിച്ചോണം, വഴക്കുണ്ടാക്കരുത്. സ്തോത്രം. ഒരു വണ്ടിയെ തന്നെ പോകണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. ഇത് മൺമയമാണ്. ഇതിനെപ്പോഴും ഇതിനോട് ആർത്തിക്കാം. 88 ആയാലും വല്യപ്പനോട് ചോദിക്കുക, ഒരു 10 സെന്റ് സ്ഥലം പേരിൽ എഴുതട്ടെ. പെട്ടെന്ന് എഴുതിക്കോളാൻ പറയും. എവിടാ വന്ന് ഒപ്പിടണ്ടെന്ന് വെച്ചാ, എന്നാ എനിക്ക് 88 ഇനി എൻ്റെ പേരിലൊന്നും വേണ്ട എന്നല്ല, എഴുതിക്കോളാനാ പറയാൻ. സ്തോത്രം. എഴുതിക്കോ. പണ്ട് 103 ഉള്ള തള്ള പറഞ്ഞു, പ്രവാചകനോട് പറഞ്ഞു, സ്തോത്രം, ഭാവി അറിയാനെന്ന് പ്രാർത്ഥിക്കുന്നു, നാളെ എന്നാ സംഭവിക്കും. 103 കഴിഞ്ഞു. പണ്ട് ഞാൻ കീക്കോടിലൊരു വീട്ടിൽ പോയപ്പോൾ ഇതുപോലൊരു വലിയ അന്ന് അത് 97 എല്ലാവരും പ്രാർത്ഥിച്ചു പോയപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എന്നെ കൈകൊണ്ട് കാണിച്ചു, ഒന്ന് പ്രാർത്ഥിക്കണം. എന്തോ പറ്റി? ചില വിഷയങ്ങളുണ്ട്, അത് വരുന്ന ദിവസങ്ങളിലൊക്കെ എന്താണെന്നൊന്ന് അറിയാൻ. പുള്ളിക്കും ഭാവി അറിയാനിരിക്കുക 97. അപ്പം എല്ലാവരുടെയും ആഗ്രഹം ഇതാ, ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. അതുവരെയും പ്രശ്നമാണ്. അപ്പൊ എന്ന് വരെ ഈ പ്രശ്നമുണ്ട്, മരണം വരെ. അതാണ് യഹോവയുടെ സിംഹാസനത്താണ്. യഹോവയ്ക്ക് അമാലേക്കിനുണ്ട് തലമുറയായി യുദ്ധമുണ്ട്. ഇനി എവിടെ വെച്ച് ഇത് തുടങ്ങി? ആ പുറപ്പാട് 17:8 വായിച്ചു, ഓടിച്ചു പോകാം. പുറപ്പാട് 17:8 എവിടെ വെച്ചാ തുടങ്ങിയത്? രഫീദീമിൽ വെച്ചാ ഇത് വന്നത്. അപ്പോൾ ഇത് അമാലേക്കിന്റെ ശക്തി വഴിയിൽ വെച്ച് നശിപ്പിക്കുന്നതാ. ഇതെന്തിനെ കാണിക്കുന്നു? ജഡത്തെ. എവിടെ വെച്ച് തുടങ്ങി? രഫീദീമിൽ വെച്ച്. എന്നുവരെ ഉണ്ട്? മരണം വരെ. അപ്പൊ രഫീദീമിൽ വെച്ച് തുടങ്ങി. എതിലേ കൂടെ വന്നു? മുമ്പേ വായിച്ച വാക്യത്തിലുണ്ട്, എടുത്ത് വായിക്കാൻ നേരമില്ല. പുറകിൽ കൂടെ വന്നെന്നുള്ളതാ. നിന്റെ പിന്നണിയിൽ പുറകിൽ കൂടെ വന്നു. പുറകിൽ കൂടെ വരാൻ കാര്യമെന്ന അതും അവിടെ എഴുതിയിട്ടുണ്ട്. ക്ഷീണിച്ചും തളർന്നും പോയവര് പുറകിലിരിപ്പുണ്ട്. സമയമില്ലാത്ത കൊണ്ട് എല്ലാ വാക്യവും എടുപ്പിക്കുന്നില്ല. അപ്പോൾ ഈ വടിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. വടിയിൽ നശിപ്പിക്കുന്ന ശക്തികളുണ്ട്. അതിലൊരു ശക്തിയാണ് അമാല്യക്ക്. ഇതെന്തിനെ കാണിക്കുന്നു? ജഡത്തെ കാണിക്കുന്നു. എന്നുവരെയുണ്ട്? മരണം വരെയുണ്ട്. എവിടെ വെച്ച് തുടങ്ങി? രബീരിമിൽ വെച്ച് തുടങ്ങി. എതിലേക്കൂടെ വന്നു? പുറകിൽ കൂടെ വന്നു. പുറകിൽ കൂടെ വരാൻ കാര്യം ആൻസറുണ്ട്. ക്ഷീണിച്ചും തളർന്നും പോയവര് പുറകിലിരിപ്പുണ്ട്. ചോദ്യം, ക്ഷീണിക്കാനും തളരാനും കാരണം എന്നാ? ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല. അല്ല, നല്ല ഭക്ഷണമാണ് ദൈവം കൊടുത്തത്. മന്ന. ദൈവം കൊടുത്ത ഭക്ഷണമാണ് മന്ന. രാവിലെ അപ്പം കൊടുത്തു, വൈകുന്നേരം ഇറച്ചിയും കൊടുത്തു. ഇറച്ചിക്ക് ഒരു ബഹളം ഉണ്ടാക്കി. മോശയോട് പറഞ്ഞു, ഇറച്ചി തന്നില്ലേ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. മോശയാകെ പേടിച്ചു പോയി. മോശ പറച്ചു. മോശയോട് ദൈവസന്നിധി ചെന്നു. തമ്പുരാൻ ചോദിച്ചാൽ എന്നാ കിലിക്കുന്ന ആത്മാവിലാകുന്നു? ഇല്ല, ആത്മാവെല്ലാം പോയി. പിന്നെ എന്നാ പറ്റി? ഞാൻ അന്നേ പറഞ്ഞതാ സഭാ ചാർജ് വേണ്ടെന്ന്.
എന്നാന്ന് കൊല്ലുവെന്നാ പറഞ്ഞേക്കുന്നത്. ദൈവം ചോദിച്ചു ആര് പറഞ്ഞു? ഒരു സഭക്കാർ കമ്മിറ്റി കൂടി ബില്ല് പാസ്സാക്കി കൊന്നേക്കാൻ, തട്ടിയേക്കാൻ പറഞ്ഞു. വാട്സാപ്പിൽ മെസ്സേജും വന്നെന്ന് പറഞ്ഞു, തട്ടിയേക്കാൻ. തമ്പുരാൻ ചോദിച്ചു ആര് തട്ടുമെന്ന്? കമ്മിറ്റി കൂടി ഇന്നലെ ഏകകണ്ഠമായിട്ടാണ് തീരുമാനിച്ചത് തട്ടിയേക്കാൻ. അവർ മിനിസ് ചേർത്തെന്ന് പറഞ്ഞു തട്ടാൻ. തമ്പുരാൻ പറഞ്ഞ് അങ്ങനെ നിന്നെ തട്ടുകയല്ല, ഇല്ല അവർ തീർക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ നിന്നോടൊന്ന് പറഞ്ഞേച്ച് അങ്ങോട്ട് പോകാമെന്നോർത്ത് വന്നതാണ്. എന്നാ കാര്യം? ഇറച്ചി കൊടുത്തില്ലേ കൊല്ലുവന്ന്. അതാണ് ഇത്ര വലിയ വിഷയം. ഇറച്ചി ഞാൻ കൊടുക്കും. നമുക്ക് വലിയ ഭാരമായിട്ടുള്ളതെല്ലാം ദൈവത്തിന് നിസ്സാരമാണ്. നീ വലിയ ഭാരവുമായിട്ടാണ് ഇന്ന് രാത്രി വന്നേ, അത് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്ക്. ഇന്ന് രാത്രി നിന്റെ ഭാരം ദൈവം ഏറ്റെടുക്കും. ഞാൻ എല്ലാ ഭാഗവും വിസ്തരിക്കുന്നില്ല. രാവിലെ അപ്പവും വൈകുന്നേരം ഇറച്ചി കൊടുത്തു. തമ്പുരാൻ പറഞ്ഞ് ഇറച്ചി കൊടുക്കുക. മോശം ചോദിച്ചു കാര്യമായിട്ടാണെന്ന് ചോദിച്ചു. എല്ലാ കാര്യം പോഷ്ക്ക് പറയാൻ ഞാൻ മനുഷ്യനല്ല, എല്ലാവർക്കും കൊടുക്കുമെന്ന്. തമ്പുരാൻ പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കുക. സ്വോത്രം പറയാത്തവനുണ്ട്, ഉറങ്ങുന്നവനുണ്ട്, ഉഴപ്പനുണ്ട്. തമ്പുരാൻ പറഞ്ഞ് എന്നാൽ ഇവിടെ വന്നിരുന്നല്ലേ ഉറങ്ങുന്നത്, ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നത് വലിയ മഹാഭാഗ്യമാണ്. പിന്നെ സഭായത്തിൽ ഉറങ്ങുന്നവർക്ക് ആ വലിയ വലിയ മഹാഭാഗ്യമാണ്. കാരണം ഒരു ടെൻഷനും ഇല്ലാതായിരുന്നു. വീട്ടിലാണെങ്കിൽ പിള്ളേർ ബഹളം ഉണ്ടാക്കും, മുട്ടയിട്ട കോഴി കൊക്കും, പട്ടി കിടന്ന് കുരയ്ക്കും, ഉറക്കം പിടിക്കുമ്പോഴായിരിക്കും ക്രീന്നും പറഞ്ഞ് ബെല്ലേ വന്ന് അടിക്കുന്നത്. സഭായത്തിന് എന്ത് നല്ല അത് പ്രാർത്ഥനാന്തരീക്ഷത്തിൽ ഉറങ്ങുക എന്നുള്ളത് അതൊക്കെ സുഹൃതം ചെയ്തവർക്കേ പറ്റൂ, നമ്മളെ കൊണ്ട് ഒക്കുകയല്ല. അതുപോലെ സുഹൃതം ചെയ്തവർക്ക് അങ്ങനെ കുത്തിയിരുന്ന് ഉറങ്ങാൻ ഒക്കുള്ളൂ. ദൈവത്തിന് മകത്ത്. എന്തായാലും ഒരു കാര്യം പറയാം, തമ്പുരാൻ പറഞ്ഞ് എല്ലാവർക്കും ഇറച്ചി കൊടുക്കാൻ പറഞ്ഞു. ഉടനെ മോശം ചോദിച്ചു എല്ലാവർക്കും കൊടുക്കുമെന്നൊക്കെ കാലാള് തന്നെ 6 ലക്ഷമുണ്ട്. കണക്കും തൊപ്പി അറിയാൻ മേലാതെ കൊടുക്കുമെന്ന് പറഞ്ഞ് അവസാനം തികയാതെ വന്നാൽ അവർ എന്നെയും കൊല്ലും, ഒത്തേ നിന്നെയും തല്ലും. കാരണം ഇതിപ്പം പ്രാർത്ഥനയായിട്ട് ഇങ്ങനെ പമ്മിയിരിക്കുന്ന വലിയ ആറ്റം സാധനങ്ങളാണ്. തമ്പുരാൻ പറഞ്ഞിടെ എല്ലാവർക്കും കൊടുക്കുക. 30 ലക്ഷമല്ല, 300 ലക്ഷമല്ല, 3000 ലക്ഷം ഉണ്ടെങ്കിലും കൊടുക്കാൻ ഞാൻ ശക്തിയുള്ള ദൈവമാണ്. ഉടനെ മോശം ചോദിച്ചു അടുത്ത കാലത്ത് വല്ലതും കൊടുക്കുമെന്ന്. തമ്പുരാൻ പറഞ്ഞ് നാളെ തന്നെ കൊടുക്കുക. എന്തിനാ ഇതിനെല്ലാം വെച്ചോണ്ടിരിക്കുന്നത്? ഉടനെ തന്നെ യോഗം നിർത്തിയേക്കാം. ഇനി 9:30 വരുത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, നിർത്തിയേക്കാം, നാളെ തന്നെ. ഉടനെ മോശം ചോദിച്ചു കാട്ടിലെ മൃഗത്തെ പിടിച്ച് അറുത്ത് കൊടുക്കും. അതൊക്കെ ഞാൻ കൊടുത്തോളാം, കിട്ടുമ്പോൾ അങ്ങ് സ്വോത്രം ചെയ്താൽ മതി. ഉടനെ മോശം ചോദിച്ചു ഒരു നേരത്തേക്കേ ഉള്ളൂന്ന്. ഒരു നേരത്തേക്ക് തന്നെ ആണെന്നറിയാം എത്ര ടൺ ഇറച്ചി വേണം? 30 ലക്ഷം ജനം, 30 അല്ല 50 ഒന്നും അല്ല, ഇഷ്ടം പോലെ ഉണ്ട് ഇല്ലേ? കാലാള് തന്നെ 6 ലക്ഷം, പിന്നെ പിള്ളേരും പെറുങ്ങണിയും പെണ്ണും പടക്കോടിയും എല്ലാം കൂടെ ലക്ഷക്കണക്കിനാ. അത് ന്യായമായ കണക്കിലാ 30 ലക്ഷം. ഞാനൊരു കണക്ക് പറയാണ്ട് ഗിദയോന് 70 പിള്ളേരായിരുന്നെന്ന കല്ലേ വെച്ച് ചതച്ചില്ലേ 70 എണ്ണം. ആ കണക്ക് വെച്ചാൽ 50 ലക്ഷമോ അല്ല 100 ലക്ഷമോ ഒത്തിരി കൂട്ടണ്ട, അസുഖം ഉണ്ടാകും. അപ്പൊ ചുരുക്കി പറഞ്ഞ ലക്ഷക്കണക്കിന് ജനം. അതുകൊണ്ടാണ് മോശം ചോദിച്ചത് ഒരു നേരത്തേക്കേ ഉള്ളൂ എന്ന്. തമ്പുരാൻ പറഞ്ഞാ ഒരു നേരം കൊടുത്താൽ എനിക്ക് നാണക്കേടാ, ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാ. തമ്പുരാൻ പറഞ്ഞ വാക്യം ഇങ്ങനെ, ആ 11 മുതലല്ലേ സ്തോത്രം, സംഖ്യാപുസ്തകം 18 നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, എന്നാ നിങ്ങൾ ഇറച്ചി തിന്നും, ഞങ്ങൾക്ക് ഇറച്ചി. സംഖ്യാപുസ്തകം 8:18 മുതലാണോ? സ്തോത്രം. നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, എന്നാ നിങ്ങൾ ഇറച്ചി തരും, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരുമെന്ന് നിങ്ങൾ യഹോവയൊക്കെ കരഞ്ഞു വല്ലോ. ആകിയാൽ യഹോവ നിങ്ങൾക്ക് ഇറച്ചി തരികയും നിങ്ങൾ ഇറച്ചി തിന്നുകയും ചെയ്യും. 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, 1 മാസം മുഴുവൻ മതി. 1 മാസം മുഴുവൻ. അപ്പൊ രാവിലെ ഇവർക്ക് അപ്പം കൊടുത്തു, വൈകുന്നേരം ഇറച്ചി കൊടുത്തു. അപ്പോൾ ഇവർ ക്ഷീണിക്കാൻ കാര്യം ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല, അത് പറഞ്ഞ് ഇന്നങ്ങ് നിർത്താം. ദൈവത്തിന് സ്തോത്രം. ഇവർക്ക് രാവിലെ കൊടുത്ത ഭക്ഷണമാണ് മന്ന. ദൈവത്തിന്റെ മകത്വം, മന്ന. രാവിലെ ദൈവം തമ്പുരാൻ ഇവർക്ക് മന്ന കൊടുക്കുക. ഈ മന്ന യേശു ക്രിസ്തുവിന് നിഴല. മന്ന ക്രിസ്തുവേശുവിന് നിഴല എന്ന് ഞങ്ങൾ നിർത്താം. ദൈവത്തിന്റെ മകത്വം. ഈ മന്ന ക്രിസ്തുവേശുവിന് നിഴല. അതിൻ്റെ ഒന്ന് നിഴലാന്ന് പറയുക. ഈ മന്ന മേളിൽ നിന്ന് വന്നതാ. അങ്ങനെ ആ പുസ്തകത്തിൽ വായിക്കാം. അവൻ ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിച്ചെന്ന ഈ മന്ന ആകാശം, സ്വർഗം മേളിൽ നിന്ന് വന്നതാ. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന് നിഴല. മുകളിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം.
ഫിലിപ്പിയ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കുന്നത് ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തുവേശുവിന്റെ നിഴലാണ് മന്ന. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിച്ച് മന്ന ഭുജിച്ച് നീ മുമ്പോട്ട് പോയാൽ നീ നശിച്ചു പോകത്തില്ല. Praise the Lord. ഈ മന്ന യേശു ക്രിസ്തുവിന്റെ നിഴല. ഇത് ഉയരത്തിൽ നിന്ന് വന്നതാ. മന്നയുടെ രണ്ടാമത്തെ ഒരു വിശേഷത, ഇത് ചെറുതാ മന്ന, വളരെ ചെറുതാ. ഈ കൊത്തമ്പാലരി പോലെ വളരെ മല്ലിയുടെ വലിപ്പം ചെറുതാണ് എന്ന് പറഞ്ഞാൽ മന്നയുടെ വിശേഷത, വലിയവനായ ദൈവം എന്നെയും നിന്നെയും രക്ഷിപ്പാൻ ചെറുതായിട്ട് അവതരിച്ചു. ആ വലിപ്പഭാവം ചിന്തിച്ച മേളിൽ ഇരുന്നില്ല ദൈവം. സ്തോത്രം. വലിപ്പഭാവം ചിന്തിച്ചു ദൈവം മേളിൽ ഇരുന്നില്ല. 40-ാം സങ്കീർത്തനത്തിൽ അങ്ങനെയാണല്ലോ പറയുന്നത്, ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല. അവിടെ പുത്രനും പിതാവും പറയുന്ന കാര്യമാണ് 40-ാം സങ്കീർത്തനത്തിൽ എഴുതിയേക്കുന്നത്. ഹനനയാകവും ഭോജനയാകവും നീ ഞാൻ ഇച്ഛിച്ചില്ല. പിന്നെ വായിച്ചോ എടുത്ത ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. അല്ല, മേളത്തെ വാക്യം കൂടെ ചേർത്ത് അങ്ങോട്ട് വായിച്ചു. ഹനനയാകും ഭോജനയാകും നീ ഇച്ഛിച്ചില്ല. ഹനനയാകവും ഭോജനയാകും ഒന്നും ദൈവം ഇഷ്ടപ്പെട്ടില്ല. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാകും പാപയാകും നീ ചോദിച്ചില്ല. ദൈവമാ ഇതൊന്നും ചോദിച്ചില്ല. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പുത്രൻ പറയുന്നതാ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. Praise the Lord. ആമേൻ. അപ്പോൾ ഞാൻ വരുന്നു. അപ്പോൾ ദൈവമായ കർത്താവ് ആ ദൈവരൂപത്തിൽ മുകളിൽ ഇരുന്നില്ല. അവിടുന്ന് എന്നെയും നിന്നെ രക്ഷിക്കുവാൻ വലിയവനായ ദൈവം നമുക്ക് വേണ്ടി ചെറുതായിട്ട് ഇവിടെ അവതരിച്ചു. ആ വലിപ്പഭാവത്തിൽ അവിടെ ഇരുന്നില്ലെന്നാ പറഞ്ഞതിൻ്റെ ഒരർത്ഥം. വലിപ്പഭാവം നമുക്കാണെങ്കിൽ വലിയ വലിപ്പഭാവമാണ് ഇല്ലേ? സഭയിലൊക്കെ വന്ന് ഓരോരുത്തർ വലിപ്പഭാവം കാണുമ്പോൾ എനിക്ക് ഊറിയ ചിരി വരും. ദൈവമേ പൊട്ടൻ വന്നിരിക്കുന്നല്ലോ എന്ന്. എനിക്കങ്ങനെ വരുന്നത്. പിന്നെ പൊട്ടനാണെന്നൊന്നും പറയാനൊക്കത്തില്ല, അവൻ തേമ്പിയാൽ എന്നാ ചെയ്യും? അല്ല, കാണുമ്പോഴേ എനിക്കങ്ങ് തോന്നുക, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറഞ്ഞ വലിപ്പഭാവം. കൈ കൊടുക്കുക, എന്നാളൊരുത്തൻ കൈ തന്നു, 2 പേരില്ല തോക്ക് ഇരിക്കുമ്പോൾ അവൻ സ്വോത്രം തരുന്നതാണ്. വേറൊരു പ്രഗത്ഭനായ ഒരു വലിയ പുള്ളി, പേരൊന്നും പറയുന്നില്ല, 1 പേരില്ല, വലിയ വലിപ്പഭാവമാണ്. ചിലക്ക് യോഗം കഴിഞ്ഞാൽ ചിലരോട് മിണ്ടാൻ തന്നെ വലിപ്പമാവുക. പ്രായമുള്ളൊരു അമ്മ വന്ന അമ്മ പാസ്റ്ററെന്ന് വിളിക്കുക, പാഷേ ആ സമയം വലിയ വീട്ടിലെ കൊച്ചമ്മയെന്ന് പറയട്ടെ, അമ്മാമോ എന്തോ അമ്മാമ്മയുടെ കാര്യം ഞങ്ങൾ ഇന്നാളും ഈ തള്ളയുടെ കാര്യം എന്നാ പറയാനാ? വലിപ്പഭാവം മനസ്സിലാകുന്നുണ്ടല്ലോ? ഇല്ല, ഒന്നും പിടികിട്ടുന്നില്ല. നാളെ യോഗവും ഇല്ലല്ലോ. സ്തോത്രം. നമ്മുടെ വലിപ്പഭാവമൊക്കെ അങ്ങ് മാറ്റിവെക്ക്. ഞാൻ വലിയ പുള്ളിയാ, ഞാൻ ഏത് മനുഷ്യനെ ഉറച്ചു നിന്നാലൊരു ശ്വാസം. സാധുക്കളായോരും സാധുക്കളായോരും എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം ഇല്ലാതെ വെടിഞ്ഞിടും. നീയതു മറക്കാതെ എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം ഇല്ലാതെ വെടിഞ്ഞിടും. നീയതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീയതു മറക്കാതെ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ സർവജ്ഞനായ ദൈവം ആ വലിപ്പഭാവം നോക്കാൻ അവിടെ ഇറങ്ങി വന്നെന്ന്. വലിയവനായ ദൈവം. അതെന്താ വലിയവനായ ദൈവം? ഈ കാണുന്ന സകലത്തെയും നിർമ്മിച്ച ദൈവം, സൃഷ്ടിച്ച ദൈവം. 9 കോടിയോട് 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. ഭൂഗോളം ഇതിന് വ്യാസം സഹസ്രാഷ്ടകം മൈൽ. ഈ ഭൂമിയെ നിർമ്മിച്ച ദൈവം. ഭൂമി മാത്രമാണ്, എത്ര ഗോളങ്ങൾ. നമ്മുടെ ദൈവം എത്രയും അമ്പരത്തിൽ ഈ നിർമ്മല ഗോളങ്ങളെ സംസ്ഥാപിച്ചിരിക്കുന്നെന്നാ.
ഭൂഗോളം ഇതിന് വ്യാസം അത് തന്നെ വലുതാ. ഈ ഭൂമിയേക്കാൾ വലിപ്പമുള്ള എത്രയെത്ര ഗോളങ്ങളാ, അത് കോടിക്കണക്കിനാ. നക്ഷത്രമൊക്കെ വാരി വെതറി ഇട്ടിരിക്കുക, കോടിക്കണക്കിന് നക്ഷത്രം, കൂട്ടിമുട്ടുന്നുമില്ല. ഈ ആകാശഗംഗയെ സ്തോത്രം. പണ്ട് നാമം ജപിക്കുമ്പോൾ ഒരു പ്രാഗമുണ്ടായിരുന്നു. നക്ഷത്ര പങ്ക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരൻ ഉദിച്ചങ്ങ് ഉയർന്നളവിൽ പക്ഷീഗണം ഗരുഡനെ കണ്ട് കൈതൊഴുതു രക്ഷിക്ക എന്നടിമ. പണ്ട് ചൊല്ലിയിട്ടുള്ളതാ. നക്ഷത്ര പങ്ക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരൻ, അപ്പുറത്തെ അല്ല. അപ്പൊ ഈ നക്ഷത്ര പങ്ക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരൻ ഉദിച്ച് അങ്ങ് ഉയർന്ന അളവിലെന്ന. ഈ കാണുന്ന അണ്ടകടാകം, ബ്രഹ്മാണ്ടം, കോടിടാണ്ടം, പ്രകടിത ഘടകം, തൽപ്പലാണ്ടം, തൃണാണ്ടം, ഡമ്പം ഡമ്പണ്ടം, ഈ അണ്ടകടാകം മുഴുവനെ ഇതൊക്കെ നിർമ്മിച്ചൊരു ദൈവം. വേറെ കോണത്തിൽ പോയി ഭൂമിയെ നോക്കിയാൽ ഒരു ചെറിയ പൊട്ട് പോലാ കാണുന്നത്. ഞാൻ പോയിട്ടില്ല, പോയിട്ടുള്ളവർ പറഞ്ഞേക്കുന്നതാ. നമ്മളാരും പോയിട്ടില്ലല്ലോ. നമ്മുടെ ഇരിപ്പ് കണ്ട ഒരു 50 കോളത്തിൽ പോയിച്ച് വന്നിരിക്കുന്നത് പോലെ ഞാൻ സഹിതം. ഇനി ഞാനൊരു 50 എണ്ണത്തിലൂടെ പോകാൻ അടുത്ത ആഴ്ച. അല്ല, ചിലരുടെ നോട്ടോ ഇരിപ്പം കണ്ടിട്ട് അങ്ങനെ എനിക്ക് അങ്ങ് തോന്നുക. അപ്പം വേറെ കോണത്തിൽ പോയി നിന്ന് ഈ ഭൂമിയെ നോക്കിയാൽ ഒരു പൊട്ട് പോലെ. ആ പൊട്ട് പോലിരിക്കുന്ന ഭൂമിയിൽ 4/3 ഭാഗവും വെള്ളമാണ്, കര കുറച്ചേ ഉള്ളൂ. ആ കരയിൽ തന്നെ വലിയ വലിയ രാജ്യങ്ങൾ കിടക്കുക. അമേരിക്ക പോലുള്ള വലിയ രാജ്യങ്ങൾ ഇങ്ങനെ വിസ്തൃതിയായിട്ട് കിടക്കുക. അതിലൊക്കെ ഒരു ചെറിയ പൊട്ട് പോലെ പാലസ്തീൻ, ഒരു ചെറിയ പൊട്ട്. ആ ചെറിയ പൊട്ട് പോലിരിക്കുന്ന പലസ്തീനിലെ ഒരു ചെറിയ ഗ്രാമമാണ് നസറേത്ത്. അതിലൊരു ചെറിയ വീട്, എൻ്റെ ഭാവനയാ, ചെറിയൊരു വീട്. ആ വീട്ടിലൊരു പെൺകുട്ടി, ഒരു ചെറിയ പെൺകുട്ടി, കന്യക മറിയം, നല്ല സ്ത്രീയെ, നല്ല പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ പഴയ കണക്ക് വെച്ച് പഴയ അമ്മമാരും അപ്പന്മാരും പറയും, എന്നാലും എൻ്റെ വേവിച്ചാൽ ഒരു ചാൺ വയറിനുള്ള ജീവിതമല്ല. അപ്പോൾ ഒരു ചാൺ വയറ്. അതിനകത്ത് ഇരിക്കുന്ന ഒരു ഗർഭപാത്രം ചെറുത്, അമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാകും, ഗർഭപാത്രം. അപ്പോൾ ഈ വലിയ അണ്ടകടാകത്തില് ഒരു ചെറിയ പൊട്ട് പൊലിക്കുന്ന ഭൂമിയിൽ 4/3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടു, ഒരു ഭാഗം കര. ആ കരയിലെ വലിയ വലിയ രാജ്യങ്ങൾക്കിടയിൽ പൊട്ട് പോലൊരു ചെറിയ രാജ്യം. ആ ചെറിയ രാജ്യത്തിലൊരു ചെറിയ ഗ്രാമം, ചെറിയ ഗ്രാമത്തിൽ ഒരു ചെറിയ വീട്, ആ ചെറിയ വീട്ടിലൊരു ചെറിയ പെൺകുട്ടി. ആ ചെറിയ പെൺകുട്ടിയുടെ ഒരു ചാൺ വലിപ്പമുള്ള വയറിനകത്തൊരു ചെറിയ പാത്രം, ഗർഭപാത്രം. അതിനകത്ത് ഈ വലിയവനായ ദൈവം വന്ന് ഉരുവായി. അതാ ചെറുതായത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നോ? എന്തിനാ? എന്നെ നിന്നെ രക്ഷിക്കാൻ. അതുകൊണ്ട് എൻ്റെ നിന്റെ വലിപ്പഭാവമൊക്കെ മാറ്റി വെച്ചേച്ച് വിനയത്തോടെ ദൈവത്തെ ഭജിക്കേ. സ്തോത്രം. ഞായറാഴ്ച ആ വണ്ടിയേറുള്ള വരവും ആ ഇരിപ്പും ഇടയ്ക്കിടയ്ക്ക് താക്കോലൊരു കറക്കും. പിന്നെ ആ മൊബൈലെടുത്ത് ബൈബിളിൻ്റെ പുറത്തോട്ടൊരു വെപ്പും. എന്നതാടാ നിന്റെ എല്ലാം വലിപ്പഭാവം? ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത്. സ്തോത്രം. ഇനിയും കൺവെൻഷന് വിളിക്കുകയില്ലായിരിക്കും, വേണ്ട, ഇത് കേട്ടങ്ങ് പോട്ടല്ല, ഗുണമാകട്ടെ ദൈവത്തിൻ്റെ മകത്ത്. പണ്ടൊരു ആൾ പറഞ്ഞ്, ആചാര്യോട് പറഞ്ഞു, പണിയൊക്കെ ഇഷ്ടപ്പെട്ട് ഇനി മേലിൽ പണിയായിട്ട് നമ്മുടെ വലിപ്പഭാവമൊക്കെ മാറ്റിവെക്ക്. വലിയവനായ ദൈവം എന്നെയും നിന്നെയും രക്ഷിപ്പാൻ ചെറുതായിട്ട് അവതരിച്ചില്ലേ, അതാ മന്ന. മാത്രമല്ല, ഒത്തിരി കാര്യം പറഞ്ഞൊന്നുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. ഈ മന്ന ഉരുണ്ടിരിക്കുക. ഞാനിങ്ങനെ പറഞ്ഞത്, മന്നയ്ക്ക് മൊനയില്ല. നമുക്കെല്ലാം മൊനയുണ്ട്. ഞാൻ സഹിതം സംസാരിച്ചാലും ഇടപെട്ടാലും മൊന വെച്ചേ നമ്മൾ പറയും, ആ തള്ളയോട് മിണ്ടരുത്, അവർ മൊന വെച്ച് വർത്താനം പറയുന്ന തള്ളയാ. അതാ നമുക്കെല്ലാം മൊനയാ. പിന്നെ എല്ലാവർക്കും മൊനയാ. എന്നാൽ മന്നയ്ക്ക് ഒരു മൊനയില്ല. ഉരുണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് താഴോട്ട് നോക്കിയാലും മൊനയില്ല, താഴേന്ന് മേളിലോട്ട് നോക്കിയാലും. പണ്ട് ഈ കളിക്കാനൊരു കല്ലുവെട്ടെന്ന് ഞങ്ങളുടെ അവിടെ പറയും, ഇവിടെ എന്താ ഗോലിയോ, കല്ലുവെട്ട്. അതിനകത്ത് നക്ഷത്രം പോലൊക്കെ കാണും. ഗോലി എന്നൊക്കെയാ ഇല്ലേ, മോട്ടക്കടിയൊക്കെ. ഞങ്ങൾ എൻ്റെ മോട്ടയ്ക്ക് ഒത്തിരി അടി കിട്ടി, ഞാനും കൊടുത്തിട്ടുണ്ട്. കല്ലുവെട്ടെന്ന് പറയും, കല്ലുവെട്ട്. നിങ്ങൾ ആ കല്ലുവെട്ടെടുത്ത് നോക്കിയാൽ മൊനയൊന്നുമില്ലല്ലോ. മേളിൽ നിന്ന് നോക്കിയാലും കീഴേ നിന്ന് മേളിലോട്ട് നോക്കിയാലും സൈഡിൽ നിന്ന് നോക്കിയാലും ഏത് വശത്ത് നോക്കിയാലും മൊനയുണ്ടോ? ഇതുപോലെ ആ മന്ന ഒരു മൊനയില്ല എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ നിഷ്പാപത്തെ കാണിക്കുന്നതാ. 6 കോടതി മാറി വിസ്തരിച്ചിട്ട് ഒരു മൊനയും കണ്ടില്ല. പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകിച്ച് പറഞ്ഞു, ഒരു കുറ്റവുമില്ലാത്ത നീതിമാനാ. ക്രൂശി കിടന്ന ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ മറ്റവൻ പഠിച്ചപ്പം പറഞ്ഞു, നീ ഞങ്ങളെ കൂടെ രക്ഷിക്കണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഉണ്ടാതിരിക്കടാ മുടിഞ്ഞോനെ. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും ആശയം അതാ, ഉണ്ടാതിരിക്കട, ആണി കയറിയിട്ട് നീ ഒതുങ്ങുന്നില്ലല്ലോ, ഇല്ലേ? അതല്ലേ പറഞ്ഞ എൻ്റെ അർത്ഥം.
ആണി കയറിയിട്ട് നീ കോവിഡ് വന്നിട്ട് ഒതുങ്ങിയോ? ഇല്ല. വെള്ളപ്പൊക്കം പണ്ട് വന്ന് ഒതുങ്ങിയോ? ഇല്ല. ഒതുങ്ങുകയല്ല. സ്തോത്രം. ഇനിയും വരുന്നുണ്ട് കോടാലി. വരട്ടെ, എനിക്കും 2 കിട്ടുമെന്നാലും നിനക്കിട്ട് കിട്ടുമല്ലതാ. അങ്ങനെയും അങ്ങ് ഒതുങ്ങ. കൂശിക്കിടന്ന് ഒരുത്തൻ പറഞ്ഞു, മിണ്ടാതിരിക്കടാ നാശം പിടിച്ചവനെ, എടാ നമ്മൾ തെറ്റ് ചെയ്തിട്ടാ ഈ ആണിയെ തൂങ്ങിക്കിടക്കുന്നത്. ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പീലാത്തോസ് പറഞ്ഞു നീതിമാൻ. അവന്റെ ഭാര്യയ്ക്ക് സ്വപ്ന ദർശനം ഉണ്ടായിട്ട് പറഞ്ഞു, പിന്നെ എല്ലാവരെയും നിങ്ങൾ വിധിക്കുന്നത് പോലെ ആ നീതിമാന് ദോഷമായിട്ടൊന്നും ചെയ്തേക്കരുത്. അയ്യോ, നമ്മുടെ കർത്താവിന്റെ തിരുമരണ സമയത്ത് അവൻ അവിടുന്ന് ക്രൂശിൽ കിടക്കുക, ഇരുമ്പാണുകളിൽ തൂങ്ങപ്പെട്ടവനായി, മുൾക്കിരീടധാരിയായി, മുഖത്തെ രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി, മുതക ഉടവയാൽ പോലെ നീളത്തിൽ കീറപ്പെട്ടവനായി, കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്ത് ഏറ്റവനായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവിടുന്ന് നമുക്ക് വേണ്ടി പങ്കപ്പാട് സഹിച്ചവനായി ക്രൂശിൽ കിടക്കുക. അവിടുത്തെ തിരുമരണ സമയത്ത് 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് കൂരിരുട്ടുണ്ടായി. ഭൂമി കുലുങ്ങി, കല്ലറകൾ തുറന്നു. ചിലരൊക്കെ പ്രത്യക്ഷപ്പെട്ടു. യെരൂശലേം ദേവാലയത്തിന്റെ തിരശ്ശീല മുകളിൽ നിന്ന് 2ആയിട്ട് താഴോട്ട് ചീന്തി. ആമൻ ഇങ്ങനെ വല്ലാത്ത ഒരു അന്തരീക്ഷം, ദൈവത്തിന്റെ മഹത്വം. ആമൻ സൂര്യനും കണ്ണടച്ച് ഇരുട്ട്, കൂരിരുട്ട് വ്യാപിച്ചു. എന്തിനേറെ അഖിലാണ്ടങ്ങളുടെ ഉടയവനാകുന്ന സർവജ്ഞനാകിയ ദൈവം, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെ നിർമ്മിച്ചവൻ, ഈ ഭൂലോകത്തെ ഒരു വാക്കുകൊണ്ട് ചമച്ചവൻ, ഉണ്ടാകട്ടെ എന്ന വാക്കിൽ സകലത ഉളവാക്കിയവൻ, ഇതാ ക്രൂശിന്മേൽ തൂങ്ങപ്പെട്ട് കിടക്കുന്നു. എന്തിന്? എന്റെയും നിന്നെയും പാപം പരിഹരിക്കുവാൻ, എന്നെയും നിന്നെയും രക്ഷിക്കുവാൻ, എന്നെയും നിന്നെയും വിടുവിക്കുവാൻ അവിടുന്ന് ക്രൂശിൽ തൂങ്ങിക്കിടക്കുക. ഈ സന്ദർഭത്തിൽ ആമേൻ വഴി നടന്നു പോയവര് പറയുക, അയ്യോ, വാസ്തവമായിട്ട് ഇവൻ നീതിമാനാ, ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേച്ചാത്തവൻ, പാപമറിയാത്തവൻ, പാപമില്ലാത്ത പരമവിശുദ്ധനായ ക്രിസ്തു. ഇന്ന് രാത്രി നീ കാൽവരി ക്രൂശിലേക്ക് നോക്ക്. നിനക്ക് വേണ്ടി ഒരുവൻ യാഗമായി തീരുക. ഇന്ന് രാത്രി ആണികളാൽ തൂങ്ങപ്പെട്ട് കിടക്കുന്നവനെ ദർശിക്ക്. നീ നശിച്ചു പോകാതിരിക്കാൻ അവനെ ചുംബിക്ക്. ഇന്ന് രാത്രി നിനക്ക് രക്ഷയാ. ഓ സ്തോത്രം, സ്തോത്രം. മനത്തോടെ മരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാ നിനക്ക് വേണ്ടി ഒരുവൻ ക്രൂശിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്നു. നിനക്ക് വേണ്ടി ഒരുത്തൻ രക്തം ചിന്തി കിടക്കുന്നു. നിനക്ക് വേണ്ടി ഒരുവൻ യാഗമായി തീർന്നു. ഇന്ന് രാത്രി സ്നേഹിത, സുഹൃത്ത്, മാതാവ്, പിതാവ്, നീ നശിച്ചു പോകാതിരിക്കാൻ അവിടുത്തെ ചുംബിപ്പീൻ. ഊനമില്ലാത്ത, പാപമില്ലാത്ത, അകൃത്യമില്ലാത്ത, കളങ്കമില്ലാത്ത യേശുവിനെ ചുംബിക്ക. ഇന്ന് രാത്രി നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. മറ്റൊരുത്തനും രക്ഷയില്ല. ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവിടുത്തെ തൃപ്പാദം ചുംബിച്ച് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശയെടുത്ത് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് കർക്കശമായി വേർപാട് പാലിച്ച് ആ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ എന്നെ കേൾക്കുന്ന ഏവർക്കും ഇടയാക്കട്ടെ എന്ന് ഓർപ്പിച്ചും എന്നെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച കർത്തദാസനും ചുമതലപ്പെട്ടവർക്കും ഈ സെക്ഷനിലെയും മറ്റ് ദൈവദാസന്മാർക്കും എല്ലാം നന്ദി ചൊല്ലി എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാർ.